ഹലോ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ അനിവിന്ദ്. എന്നെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു, കാരണം എല്ലാവർക്കും എന്നെ അറിയായിരിക്കും. ഞാനിവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷനിലെ പവർഫുൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളൊന്നായ പില്ലോ മെത്തേഡിനെ കുറിച്ചാണ്. പലരും ഇതിൽ പില്ലോ മെത്തേഡ്സിനെ കുറിച്ച് മുൻപ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ മുൻപ് പ്രാക്ടീസ് ചെയ്തിരിക്കും. നിങ്ങൾ ലൈഫിൽ പില്ലോ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും മാനിഫെസ്റ്റേഷൻ സംഭവിച്ചിട്ടുണ്ടോ? റിലേഷൻഷിപ്പ് ആയിരിക്കാം, പണമായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ പില്ലോ മെത്തേഡ് എന്താണെന്ന് അറിയാമോ? ഇല്ലല്ലേ? ഓക്കെ. ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ചെയ്തിട്ടുണ്ട്, പക്ഷേ റിസൾട്ട് ആയിട്ടില്ല. ഓക്കെ ഓക്കെ വേറെ ഓക്കെ. അന്നേരം പില്ലോ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മളെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത പോലെ തന്നെ നമുക്ക് പില്ലോ മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു തലയണ. എല്ലാവരുടെ കയ്യിലും തലയണ ഉണ്ടോ? തലയണ ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് തലയണ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ബെഡിലെ നിങ്ങൾ യൂസ് ചെയ്യുന്ന തലയണ ഉപയോഗിക്കുക നിങ്ങൾക്ക്. ഓക്കെ, എല്ലാവരും തലയണ റെഡിയാണോ? തലയണ ഉണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഇതിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, യെസ് യെസ് യെസ്. അന്നേരം പില്ലോ മെത്തേഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഏറ്റവും ബേസിക്കലി വേണ്ടതെന്ന് വെച്ചാൽ ഒരു തലയണ അല്ലെങ്കിൽ പില്ലോ ആണ് വേണ്ടത്. ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള വശത്തിലേക്ക് ടെക്നിക്ക് പറയുന്നതിന് മുൻപേ എന്തെങ്കിലും ഒരു സയൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളെ മൈൻഡ് അഥവാ നമ്മുടെ ബോധമനസ്സ് ഉപബോധ മനസ്സുമായിട്ട് കണക്ട് ചെയ്യണം. അഥവാ ആൽഫയിൽ നിന്ന് ബീറ്റയിലേക്ക് എത്തുന്ന സമയമാണ്. നമ്മളെ ഓരോ മൈൻഡിന് ഓരോ സ്റ്റേജസ് ഉണ്ട്, അല്ലെങ്കിൽ ഓരോരോ ഇങ്ങനെ ഫ്രീക്വൻസി ഉണ്ട്. അതിൽ നമ്മളെ ഉപബോധ മനസ്സിലേക്ക് എത്തുന്ന, അതായത് ആൽഫയിൽ നിന്ന് ബീറ്റയിലേക്ക് മാറുന്ന സമയമാണ്, അല്ലെങ്കിൽ ഉയർന്ന തലത്തിലേക്ക് മാറുന്ന ഒരു സമയമാണ് ഉറക്കം എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് അറിയാമോ? എന്താണ് മിസ്റ്റേക്ക്? നമ്മൾ മിക്കവാറും ചെയ്യുന്ന മിസ്റ്റേക്ക്, രാത്രി ഉറങ്ങി കിടക്കുന്നതിന് മുൻപ് എന്തെങ്കിലും റീലോ എന്തെങ്കിലും ഒരു നെഗറ്റീവായുള്ള കാര്യങ്ങളോ ഉപയോഗിച്ചിട്ട് ഇപ്പം ട്രെൻഡിങ്ങിൽ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ബിഗ് ബോസോ ആ സംഭവമായിരിക്കും, അല്ലെങ്കിൽ പലരും അത് കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും റീലോ കാര്യങ്ങളോ കാണുന്നുണ്ടാവും. അത് കണ്ടിട്ട് നേരെ ഉറങ്ങുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ ബെഡിൽ തന്നെ മൊബൈൽ വെച്ചിട്ട് കിടന്നുറങ്ങുകയാണ് ചെയ്യുക. ഇതിൽ എത്ര പേരുണ്ട് ബെഡിൽ മൊബൈൽ വെച്ച് ഉറങ്ങുന്നവരുണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, മീ സത്യസന്ധമായിട്ട് രീതിയിൽ പറഞ്ഞാൽ മതി. എനിക്കും ഇത് പണ്ടെല്ലാം ശീലം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ബെഡിൽ വെക്കുന്നതനുസരിച്ച് ഒരു നെഗറ്റീവാണ്. ഞാൻ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ ഈ സോഫയുണ്ട് അതിൽ വെക്കും, അല്ലെങ്കിൽ പുറമേ ഉള്ള ടേബിൾ ഉണ്ട് അവിടെ വെക്കും. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്ന ഒരു ടൈമാണ്. ഇതിനെ ഗോൾഡൻ ടൈം എന്നാണ് പറയുക. അതായത് രാവിലെ ഉറക്കം എഴുന്നേറ്റിലെ അരമണിക്കൂറും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപുള്ള അരമണിക്കൂറിനെയാണ് ഗോൾഡൻ ടൈം എന്ന് പറയുന്നത്. ഈ ഒരു ടൈമിനെ നമ്മൾ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളെ മാനിഫെസ്റ്റേഷന് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സമയത്തെയാണ് നമ്മൾ പില്ലോ മെത്തേഡിൽ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? അതായത് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന ആ ടൈമിനെ, ആ ഒരു ഗോൾഡൻ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളൊരു ടൈം ആയതുകൊണ്ടാണ് ഗോൾഡൻ ടൈം എന്ന് പറയുന്നത്. ആ ഒരു ടൈമിനെ നമ്മൾ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളെ മാനിഫെസ്റ്റേഷൻ സഹായിക്കുന്നതാണ്. എനിക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷൻ കൊണ്ട് പില്ലോ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എനിക്ക് പണമാണ് മിക്കപ്പോഴും മാനിഫെസ്റ്റ് ചെയ്തത്. മെയിനായിട്ട് എനിക്ക് ഈ ബിസിനസ് ഗ്രോത്ത്, ബിസിനസ്സിൽ ആരെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ മറ്റ് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ട്, വേറെ 2-3-4 ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ ഗ്രോത്തിലേക്ക്, ഇപ്പം നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അത് നിങ്ങളെ സഹായിക്കും. അതോടൊപ്പം തന്നെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിന് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ പല കാര്യങ്ങൾക്കും നമുക്ക് ഒരു തലയണ മാത്രം മതി, അത് ഉപയോഗിച്ച് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മളെ 28 ദിവസത്തെ നമ്മളെ 365 ദിവസത്തെ സൗജന്യ ക്ലാസ്സിലൂടേക്ക് നിങ്ങളിപ്പം കടന്നു പോകുന്നത്. അതായത് അതിൽ ഇനിയുള്ള 28 ദിവസങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനിയുള്ള 28 ദിവസങ്ങളിൽ ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഈ ഒരു പില്ലോ മെത്തേഡ്. ഇതുവരെ എന്താണ് നമ്മൾ ഹോപ്പ് നോപ്നോ ആണ് യൂസ് ചെയ്തത്. ആ ഒരു ഹോപ്പ് നോപ്നോ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടാവും. ഇപ്പം നടത്തിയ ഫ്രീ ക്ലാസ്സിൽ ചെറുതോ വലുതോ ആയിട്ടുള്ള എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഷെയർ ചെയ്യാം. എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ചിലപ്പോൾ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ആയിരിക്കാം, പണമായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ അൺമ്യൂട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നോ? ആ സാർ
എന്താണ് ഉണ്ടായത്? ഹലോ ഹലോ പറഞ്ഞു. എനിക്ക് ഒരു വ്യക്തിക്ക് ഞാൻ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. ഉം. എനിക്ക് പറഞ്ഞ ഡേറ്റിന് തിരിച്ച് കിട്ടിയിട്ടില്ല. അത് നീട്ടി 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 ഒരുപാട് കൊണ്ടുവന്നു. അങ്ങനത്തെ ഒരു ഇതിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. അത് തിരിച്ച് കിട്ടി ഞാൻ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാണ്. ഓക്കെ, അതിൽ ഹോപ്പ് നോപ്പിന് യൂസ് ചെയ്താൽ മതി. നല്ല ഞാൻ റിസൾട്ട് ഉണ്ട്. ആദ്യമായിട്ടാണ് സാറിന്റെ ക്ലാസ് കാണാറുണ്ട് യൂട്യൂബ് വഴി. ആ, ഓക്കെ ഓക്കെ ആദ്യമായിട്ടാണ് ഓക്കെ. ഇപ്പൊ ജോയിനിങ് കാര്യങ്ങളും. ഓക്കെ ഓക്കെ, അതിൽ ഹോപ്പ് നോമിനെ യൂസ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനത്തെ റിലേഷൻഷിപ്പായിട്ട് ഞാൻ പേഴ്സണലി പറയാൻ, എനിക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു ടെക്നിക്കാണ് ഹോപ്പ് നോപ്നോ. ഈവൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഫ്രീ ക്ലാസ്സിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. വേറെ ആർക്കെങ്കിലും പോസിറ്റീവായുള്ള എക്സ്പീരിയൻസ്, അതായത് എന്തെങ്കിലും സക്സസ് സ്റ്റോറീസ് ഉണ്ടായിരുന്നോ ഈ ഹോപ്പ് നോപ്പിനെ യൂസ് ചെയ്തിട്ട്? നമ്മളെ 28 ദിവസത്തുള്ള ക്ലാസ് യൂസ് ചെയ്തിട്ട് ആർക്കെങ്കിലും ചേഞ്ചസ് ഉണ്ടായിരുന്നോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാൻ സാധിക്കുന്നതാണ്. ഉണ്ടായിട്ടുണ്ട് സാർ. ആ, ഒരു ഒരു 2-3 ദിവസം മുമ്പ് അത്യാവശ്യം കുറച്ച് ക്യാഷിന് ആവശ്യം വന്നപ്പോൾ അത് അറേഞ്ച് ചെയ്യാൻ പറ്റി. സന്തോഷം ഒരുപാട്. ഓക്കെ. എത്ര രൂപയാണ് അറേഞ്ച് ചെയ്യാൻ പറ്റിയത്? ഒരു ഹലോ. ഒരു 50,000. ഒരു 50,000 അല്ലേ? ഓക്കെ 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 ഓക്കെ. വേറെ ഒക്കെ എന്താ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നോ? അതെ അതെ അതെ. ഓക്കെ, ശരി. കുറച്ച് അന്നേരം കാലം മുമ്പ്, അതായത് ഞാൻ ഈ മാനിഫെസ്റ്റേഷനൊക്കെ തുടങ്ങുന്ന മുമ്പ് മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ, ആ സമയത്ത് ലോട്ടറി ഒക്കെ ആയിട്ടാണ് ഇടയ്ക്ക് കുറച്ചൊക്കെ പൈസ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ലോട്ടറിയിലൂടെ. സ്വിച്ച് വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ, ഓക്കെ ഓക്കെ ഓക്കെ. സ്വിച്ച് സാറിന്റെ ബോർഡ്. ക്ലാസ് സാറിന്റെ ക്ലാസ് സ്ഥിരമായിട്ട് ഇപ്പൊ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആ, ഓക്കെ 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 ഓക്കെ. വേറെ ഒക്കെ എന്താ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നോ? ഇനി നെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ല. വേറെ ഒക്കെ എന്താ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ഹോപ്പ് നോമിനെ യൂസ് ചെയ്തിട്ട്? ഓക്കെ. ഹലോ സാർ, ആ, ഞാൻ പറഞ്ഞോളൂ. നസീമ. ആ, നസീമ. എൻ- എനിക്ക് 1,00,000 രൂപ കിട്ടിയ സാറേ. എന്താണ്? കുറി മറിഞ്ഞിട്ട് കുറി കിട്ടിയിട്ട് 1,00,000 രൂപ കിട്ടി. എത്ര ലക്ഷം രൂപയാണെന്നോ ശബ്ദത്തിൽ പറയാമോ? 1,00,000 ഒരു ലക്ഷം കുറി രൂപ. മറിഞ്ഞു. ആ, കുറിയിലൂടെ 1,00,000 രൂപ കിട്ടിയിട്ടുണ്ട്. സന്തോഷം. ഓക്കെ. താങ്ക് യു സാർ, താങ്ക് താങ്ക് യു യു. താങ്ക് യു. ഓക്കെ. വളരെ സന്തോഷം. ഇങ്ങനെ എക്സ്പീരിയൻസ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യുന്ന സമയത്താണ് നമുക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടാകുക, മറ്റുള്ളവർക്ക് ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകുക. അന്നേരം അതന്നെ. ഓക്കെ താങ്ക് യു സാർ. ഓക്കെ. വേറെ സക്സസ് സ്റ്റോറീസ് നമുക്കിനി ക്ലാസ്സിന് ശേഷം എഡിറ്റിന് ശേഷം ഷെയർ ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ഒരു പില്ലോ മെത്തേഡിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ 28 നിങ്ങൾ നാളെ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് ഇതുവരെ നൽകിയ സൗജന്യ ക്ലാസ്സിൽ നൽകിയ ടാസ്കുകളോടൊപ്പം തന്നെ നമ്മൾ അഡീഷണലായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് പില്ലോ മെത്തേഡ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങളെ പ്രധാനപ്പെട്ട ആദ്യം ഒന്ന് നോട്ട് ചെയ്യുക. 28 പ്രധാനപ്പെട്ട ആഗ്രഹങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾ ഡ്രീം ചാനൽ എല്ലാവരും എഴുതിയിട്ടില്ലേ? എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ് നമ്മളെ ഡ്രീം ജേണൽ, അതായത് ആഗ്രഹങ്ങൾ എഴുതി വെച്ച ഡയറിയാണ് ഡ്രീം ജേണൽ എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും ആഗ്രഹങ്ങൾ എഴുതി വെച്ചില്ല. ആരെങ്കിലും സ്വപ്നങ്ങൾ എഴുതി വെക്കാത്ത ആൾക്കാരുണ്ടോ? സ്വപ്നങ്ങൾ എല്ലാവരും എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. മറ്റ് ക്ലാസ് നിങ്ങൾ എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആരെങ്കിലും എഴുതി വെച്ചിട്ടില്ലെങ്കിൽ നോ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക, ഉണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. ഓക്കെ. എല്ലാവരും, അതായത് നമ്മളെ സ്വപ്നങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡയറിയിൽ എഴുതി വെക്കുന്നതിനെയാണ്. ഞാനത് കഴിഞ്ഞ ലൈവിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരുന്നു, സ്വപ്നങ്ങളെ കുറിച്ചുള്ള കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആണ്. എഴുതി വെച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളെ പ്രധാനപ്പെട്ട ഒരു 100 ആഗ്രഹങ്ങൾ, 100, 120, 130, എത്ര ആഗ്രഹങ്ങൾ വേണമെങ്കിലും എഴുതാം. എൻ്റെ ഡ്രീം ജേണലിൽ ഞാൻ കഴിഞ്ഞ ലൈവിൽ കാണിച്ചിരുന്നു 235 36 ആഗ്രഹങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെ സ്വപ്നങ്ങൾ എന്തുമാട്ടെ, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, എല്ലാം തന്നെ ഒന്ന് എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ ഡ്രീം ചാനലിൽ. അങ്ങനെയാണെങ്കിൽ അത് എളുപ്പം മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്. അന്നേരം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഴുതി വെക്കാത്ത ആൾക്കാർക്ക് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്നോ നാളെയായിട്ട് ഒന്ന് എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള സ്വപ്നങ്ങൾ, അത് കഴിഞ്ഞ ലൈവിൽ നമ്മൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരുന്നു. ഓക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ പ്രധാനപ്പെട്ട 28 ആഗ്രഹങ്ങൾ, അതായത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന 28 ആഗ്രഹങ്ങൾ വേണം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. റെഡിയാണോ? മനസ്സിലായോ? അതായത് ചിലപ്പോൾ അത്
ഒരിക്കലും അത് 10 വർഷം കഴിഞ്ഞ് നടക്കേണ്ട കാര്യമല്ല. നിങ്ങൾക്ക് വളരെ എളുപ്പം നടക്കേണ്ട ഒരു 28, അത് പണമായിരിക്കാം, അത് ചിലപ്പം കുറിയായിരിക്കാം, ചിലപ്പം എന്തെങ്കിലും ഒരു വ്യക്തിയെ പരിചയപ്പെടുന്നതായിരിക്കാം, ചിലപ്പം ജോലിയായിരിക്കാം. നിങ്ങൾക്ക് 6 മാസത്തിനുള്ളിൽ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന 28 ആഗ്രഹങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ചുമരിന്മേൽ, അതായത് നിങ്ങളുടെ ഒരു A4 ഷീറ്റിൽ, ഇപ്പം ഞാൻ കാണിക്കുകയാണെങ്കിൽ ഇതേപോലെ ആഗ്രഹങ്ങൾ എഴുതിയിട്ട് ഒട്ടിക്കുക. ഞാൻ ഒട്ടിച്ച് വെച്ച ആഗ്രഹങ്ങളാണ്. അതായത് എൻ്റെ ലൈഫിൽ നടക്കേണ്ട പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളുടെ ഒരു 28 ആഗ്രഹങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ഒരു A4 ഷീറ്റിലോ അല്ലെങ്കിൽ 2 A4 ഷീറ്റിലാക്കിയിട്ടോ നിങ്ങൾ എഴുതി വെക്കുക. ക്ലിയർ ആയോ? എഴുതി വെക്കേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇന്ന ആഗ്രഹം നടന്നതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുന്നു എന്ന രീതിയിൽ. അതായത് ഉദാഹരണത്തിന് 1 ലക്ഷം രൂപ എനിക്ക് ചിട്ടിയിൽ നിന്ന് 1 ലക്ഷം രൂപ ലഭിച്ചതിന് പ്രപഞ്ചശക്തിക്ക് അഥവാ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നു എന്ന രീതിയിലാണ് എഴുതി വെക്കേണ്ടത്. അത് ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ്, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളെ ഓരോ ആഗ്രഹങ്ങളും ഗ്രാറ്റിറ്റ്യൂഡോടെ കൂടെ വേണം എഴുതാൻ വേണ്ടിയിട്ട്. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ കൃതജ്ഞതാഭാവം ഉള്ളിൽ നിന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ആഗ്രഹങ്ങളെല്ലാം തന്നെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് പലരും പറയും, ഇപ്പോൾ ചുമരിൽ എഴുതി ഒട്ടിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ചിന്തിക്കും അല്ലെങ്കിൽ ഏതൊക്കെ ചിന്തിക്കും എന്നുള്ള പ്രശ്നം നിങ്ങൾക്കുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും ചിന്തിക്കുക എന്നുള്ള ചിന്ത ഉണ്ടോ? ഇല്ല. ഓക്കെ, എന്നാൽ നല്ല ധൈര്യപൂർവ്വം തന്നെ നിങ്ങൾ ആഗ്രഹങ്ങൾ അതെന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ലൈവിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അഥവാ നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ നമ്മുടെ ഡ്രീം അത് നടക്കുന്നില്ല, അത് മറ്റുള്ളവർ ചിലപ്പം കുറ്റം പറയും, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ ഉള്ളിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു വിൽ പവർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹം ഉറപ്പായി നടക്കും. ചില ആൾക്കാർ എന്താ ചെയ്യാന്നറിയോ, അയ്യോ എൻ്റെ കുടുംബക്കാർ കാണും, എൻ്റെ വീട്ടുകാർ കാണും, എന്ത് ചിന്തിക്കും, ഏത് ചിന്തിക്കുന്ന രീതിയിലാണ് നിൽക്കുക. അത് കാരണം അവരെ സ്വപ്നങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വളരെ സ്ലോ ആയിരിക്കും. വ്ലോഗ മാഡം നമസ്കാരം. ഓക്കെ, അന്നേരം ആ ആഗ്രഹങ്ങൾ, അതായത് ഈ ആഗ്രഹങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടില്ല, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീംസിനോടൊരു വിശ്വാസമോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ ഒരിക്കൽ തന്നെ ആ ഡ്രീം നടക്കാൻ പോകുന്നില്ല. എൻ്റെ ഒരു കാര്യം ഉണ്ടായിരുന്നു, അതായത് ഞാൻ ഇതേപോലെ തന്നെ ആഗ്രഹങ്ങൾ എഴുതി ഒട്ടിക്കുന്ന സമയത്ത് വീട്ടിൽ അനിയത്തിക്ക് വളരെ പ്രശ്നമായിരുന്നു. പക്ഷേ അത് അവൾ ഒട്ടിച്ച് വെച്ച കാര്യങ്ങൾ അവർ പറിച്ചു മാറ്റി അങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ റൂമിലുള്ള കാര്യങ്ങൾ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു. ബാക്കിയുള്ള ഞാൻ എല്ലാ ക്ലാസ്സിലും എൻ്റെ 10 പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളിൽ ഞാൻ എഴുതി ഒട്ടിക്കുകയായിരുന്നു. ഒരു 10-15 ആഗ്രഹങ്ങൾ ഇതേപോലുള്ള ചെറിയൊരു A4 ഷീറ്റ് കട്ട് ചെയ്ത് ഒട്ടിക്കുകയായിരുന്നു. അതിനൊന്നും അവൾ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലുണ്ടാവും, നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ എല്ലാം പറഞ്ഞു നടക്കും, എന്നാൽ നിങ്ങളെ ഇങ്ങനെ പങ്കാളി അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളൊന്നും തന്നെ വിശ്വസിക്കില്ല. അത് എപ്പോഴാണ് വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ വലിയ വലിയ അച്ചീവ്മെൻറ്റ്സ് നേടുന്ന സമയത്താണ് എന്താണ് ചേഞ്ച് വരുന്നത്, എന്താണ് നിനക്ക് ഇത്ര മാറ്റമുള്ളത് എന്നുള്ളത് കൂട്ടുകാരും റിലേറ്റീവ്സ് എല്ലാം ചോദിക്കും. അന്നേരമാണ് പറയേണ്ടത്. അല്ലാതെ ഒരിക്കലും നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് മനസ്സിലാക്കി നിങ്ങൾ നാട്ടിൽ എല്ലാവരോടും പറയല്ലേ ചെയ്യേണ്ടത്. നിങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് അവർ കാണും. അതായത് നമ്മളെ ഇപ്പം തന്നെ ഒരു ഉദാഹരണത്തിന്, ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ ആദ്യമൊക്കെ പറയുന്ന സമയത്ത് ആരും വിശ്വസിച്ചിരുന്നില്ല. എൻ്റെ നാട്ടിലെ ഫ്രണ്ട്സ് ഒന്നും വിശ്വസിച്ചില്ല. പിന്നെ എന്ത് ചെയ്തു, റിസൾട്ട് കിട്ടാൻ തുടങ്ങി. എക്സിനെ തിരിച്ചു കൊണ്ടുവരുന്നത്, അതോടൊപ്പം തന്നെ ലോട്ടറി അടിക്കുന്നത്, അതും അബുദാബി ബിഗ് ടിക്കറ്റ്, കേരള ലോട്ടറി, പിന്നെ ഇങ്ങനെ ഒരു ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഹീലാകുന്നത്, അങ്ങനെ പല വ്യക്തികളുടെ ലൈഫിലും ചെറുതും വലുതുമായിട്ടുള്ള 1-2 സക്സസ് സ്റ്റോറീസ് അല്ല, ആയിരക്കണക്കിന്. അതായത് നമ്മൾ ഇപ്പോൾ 2 ചാനലുണ്ട്, 3ാമത്തെ ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഇതേപോലുള്ള സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം അത്രയും സക്സസ് സ്റ്റോറീസ് നമ്മുടെ കയ്യിലുണ്ട്. ആ സക്സസ് സ്റ്റോറീസ് എല്ലാം തന്നെ യൂട്യൂബ് ചാനലിലും പുതിയൊരു ചാനൽ തുടങ്ങിയിട്ട്, കാരണം നമ്മൾ സക്സസ് സ്റ്റോറീസിന് വേണ്ടി തന്നെ ചാനൽ തുടങ്ങിയുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സക്സസ് സ്റ്റോറീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അതെല്ലാം തന്നെ ഓരോ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിലൊരു 3-4 ദിവസം ഇടുന്നതാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ 3 ചാനൽ ഞാൻ ഇപ്പോൾ 2 ചാനലും ഇപ്പം കറൻ്റ്ലി റണ്ണിങ് ആണ്. അതിൽ നമുക്ക് ഇങ്ങനെ മോണിറ്റൈസേഷൻ ആയിട്ട് 3ാമത്തെ ചാനൽ തുടങ്ങിയിട്ട് അത് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ആഗ്രഹങ്ങൾ എഴുതി ഒട്ടിക്കുന്ന സമയത്ത് പലരും എൻ്റെ ഇങ്ങനെ വിഷൻ ബോർഡെല്ലാം കാണുന്ന സമയത്ത്, ഇതെല്ലാം നടക്കും, നിൻ്റെ വലിയ ആഗ്രഹങ്ങൾ, എന്ത് കാര്യം, നീ ഒന്ന് ഇതെല്ലാം വെറും പൊട്ടത്തരാണെന്നെല്ലാം പറയും ആദ്യമൊക്കെ. ഇപ്പം എന്ത് ചെയ്തു, ഓരോരോ കാര്യങ്ങൾ നേടുന്ന സമയത്ത് അവർ വിശ്വസിക്കുന്നു, ഓക്കെ ഇന്ന കാര്യം നടക്കുന്നില്ല. അതേപോലെ തന്നെയാണ് നമ്മളെ ആഗ്രഹങ്ങൾ എഴുതി ഒട്ടിക്കുക. നിങ്ങളെ റൂമിൻ്റെ ഇപ്പോൾ എവിടെയാണ് എഴുതി ഒട്ടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് ഒന്നെങ്കിൽ എൻ്റെ വിഷൻ ബോർഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഞാൻ എൻ്റെ ഡ്രീംസ് എഴുതി ഒട്ടിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ എഴുതി ഒട്ടിക്കാൻ ധൈര്യമുള്ളവർ എത്ര പേരുണ്ട്?
ഉണ്ടെങ്കിൽ യെസ് എന്ന് പറയുക, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നോ എന്ന് പറയുക. ഓക്കെ, യെസ്. പ്രജിത പറഞ്ഞു യെസ്. യൂട്യൂബ് ചാനൽ കാണുന്ന സമയത്ത് യെസ്. കവിത യെസ്. എല്ലാവരും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളുടെ അതായത് നമുക്കൊരു ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിലാദ്യം നമ്മളാണ് വിശ്വസിക്കേണ്ടത്. ഇപ്പം പലരും പറയാണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ പങ്കാളിയില്ല, ഒരാളും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വരില്ല. കാരണം ഞാൻ ഇതേപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ തുടങ്ങുന്ന സമയത്ത്, യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് ആരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ എന്ത് ചെയ്തു, എനിക്ക് എൻ്റെ ഡ്രീം ക്ലിയർ ആയിരുന്നു. എനിക്ക് ഈവൻ നമ്മളെ ആഗ്രഹങ്ങളും നമ്മളെ പാഷനും നമ്മളെ പർപ്പസും കാര്യം നമ്മൾ മുന്നോട്ട് പോകുന്നതനുസരിച്ച് യൂണിവേഴ്സ് അതിൻ്റെ വഴി ഒരുക്കി തരും. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഈ കോഴ്സോ കാര്യങ്ങളൊന്നും ചെയ്യാൻ ആഗ്രഹം ഉണ്ടായില്ല. എൻ്റെ താല്പര്യം, അതായത് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടിവേഷൻ, മാനിഫെസ്റ്റേഷൻ, അങ്ങനെയുള്ള താല്പര്യമാണ്. വ്ളോഗമേടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെയുള്ള ടോപ്പിക്കായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ കാണുന്നത്. അന്നേരം എൻ്റെ ഇൻട്രസ്റ്റ് എന്താണ്, എൻ്റെ യൂട്യൂബ് ഹിസ്റ്ററിയും കാര്യങ്ങളും ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ താല്പര്യമുള്ള ടോപ്പിക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത്. അങ്ങനെ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് അത് ചെയ്തിട്ട് വ്യൂസ് കിട്ടുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, ഞാനത് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ ഫോളോ ചെയ്ത് വരുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട്, അതായത് നമ്മളെ ഹാപ്പിയാണ്, നമ്മളൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതായത് എൻ്റെ പർപ്പസ് എന്താണ്, ജനങ്ങളിലേക്ക് ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചത്. നമ്മൾ ആ പോസിറ്റിവിറ്റി യൂണിവേഴ്സിലേക്ക്, അഥവാ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യുന്ന സമയത്ത് ആൾക്കാരിലേക്ക് എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ നൽകുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും ചെയ്യുന്നത് എന്താണ്, മിക്കവരും നമ്മുടെ നാട്ടിലെ ആൾക്കാരെല്ലാം കുറ്റങ്ങളും മറ്റുള്ളവരെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞ് ജീവിക്കുന്നവരാണ് ചുറ്റുമുള്ളത്. അത് കാരണം അവരുടെ ലൈഫിൽ വീണ്ടും അവരെ അട്രാക്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം എന്താ പറയുക, അതിന് ഈ പറയില്ലേ നമ്മൾ കുശുമ്പു അറിയുക, അതോടൊപ്പം തന്നെ അങ്ങനെ പറയില്ലേ, കുശുമ്പും കുന്നായ്മയും എല്ലാം പറയാമെന്ന് പറയില്ലേ. അങ്ങനെ പറയുന്ന വ്യക്തികളുടെ ലൈഫിൽ നോക്കുകയാണെങ്കിൽ അവരുടെ ലൈഫിൽ എപ്പോഴും റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലം, എല്ലാ പ്രോബ്ലമാണ്. എന്നാൽ നമ്മൾ ഇതേപോലുള്ള പോസിറ്റീവായുള്ള കാര്യങ്ങൾ, ഈവൻ എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ഈ പോസിറ്റിവിറ്റി ഷെയർ ചെയ്യുന്ന സമയത്ത്, ഇതേപോലെ വീഡിയോസും കാര്യങ്ങളും ഉണ്ടാകുന്ന സമയത്ത് എനിക്കും അതിൻ്റെ റിസൾട്ട് കിട്ടുകയുണ്ട്. അതായത് നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യം എന്താണ്, അതാണ് നമ്മളിലേക്ക് തിരികെ വരുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ലൈഫിലും നിങ്ങൾ ഒരു കാര്യം, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഡ്രീം ഇതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീംസ് എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ശക്തി ഉണ്ടെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്നത് നിങ്ങൾ ഡ്രീംസ് എഴുതി ഒട്ടിക്കുക. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ ഡ്രീംസിനെ ആരും തന്നെ സപ്പോർട്ട് ചെയ്യാൻ പോകില്ല ഇനീഷ്യൽ ടൈമിൽ. പക്ഷേ നിങ്ങൾ ഓരോന്ന് അച്ചീവ് ചെയ്ത് നിങ്ങളുടെ രൂപത്തിലുള്ള മാറ്റം, നിങ്ങളുടെ പെരുമാറ്റത്തിലുള്ള മാറ്റങ്ങൾ കാണുന്ന സമയത്ത് അവർക്കൊരു പോസിറ്റിവിറ്റി വരും. എന്താണ് ചെയ്യുന്നത്, ഇപ്പോൾ എൻ്റെ ബിസിനസ്, എൻ്റെ ഒരു ബിസിനസ്സാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് നമ്മൾ 4-5 പാർട്ട്നേഴ്സാണ്. അതിലെ ഈ കാര്യങ്ങൾ, അതായത് വീഡിയോ ഷൂട്ടിങ്, വീഡിയോ എഡിറ്റിംഗ് എല്ലാം ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഒരു പോഡ്കാസ്റ്റ് യൂണിറ്റ് തന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അങ്ങനെ ഓരോ കാര്യങ്ങൾ, അതായത് ആദ്യമെല്ലാം യൂട്യൂബ് ചാനലെല്ലാം പരിഹസിച്ച എൻ്റെ പാർട്ട്നേഴ്സ്, എൻ്റെ ഫ്രണ്ട്സാണ് പറഞ്ഞത്, നീയാണ് യൂട്യൂബ് ചാനൽ ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മളെ ചാനൽ മെൻറ്റേഴ്സ് ഹബ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ തുടങ്ങി, അതിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അന്നേരം അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രീംസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ യൂണിവേഴ്സ് അതിൻ്റെ വഴി ഒരുക്കി തരും എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഡ്രീംസ് എഴുതി ഒട്ടിക്കുക. ഇനി നമ്മൾ വിൻഡോ മാനിഫെസ്റ്റേഷനിലേക്ക് കടക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ആഗ്രഹങ്ങൾ, നിങ്ങളെ ഏറ്റവും വളരെ പെട്ടെന്ന് നടക്കേണ്ടതും നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമായിട്ടുള്ള ഒരാഗ്രഹം തിരഞ്ഞെടുക്കുക. ഒരാഗ്രഹം എല്ലാവരും ഒന്ന് തിരഞ്ഞെടുത്തിട്ട് അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൽ കമൻറ്റ് ബോക്സിൽ അതിലെന്താണ് ആഗ്രഹം എന്നുള്ള ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഒരു നോട്ട്ബുക്ക്, ഇത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ ഏകദേശം 94 മെമ്പേഴ്സ് ഉണ്ട്, ഞാനടക്കം. കുറി കിട്ടണം, ഓക്കെ, വേറെ എന്താണോ ആഗ്രഹങ്ങൾ അതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഗവൺമെൻറ് ജോബ്, അതല്ല, ഗവൺമെൻറ് ജോബ് പെട്ടെന്ന് നാളെ കിട്ടില്ല, പെട്ടെന്ന് കിട്ടുന്ന കാര്യമല്ല. വേണമെങ്കിൽ ഗവൺമെൻറ് ജോബ് ചെയ്താൽ സ്റ്റഡി സെൻറ്റർ, എൻ്റെ സ്റ്റഡി സെൻറ്റർ, ഓക്കെ, നിങ്ങൾ വിശ്വസിക്കുന്നതായിട്ടുള്ള, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നടക്കേണ്ടതായിട്ടുള്ള കാര്യം, അതായത് നിങ്ങൾക്കൊരു വിശ്വാസം വേണം, അത് വളരെ പെട്ടെന്ന് നടക്കുന്ന വിശ്വാസം വേണ്ട കാര്യമായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെയുള്ള എപ്പോഴും നമ്മൾ ഞാനെപ്പോഴും പറയുന്ന പോലത്തെ മാനിഫെസ്റ്റേഷൻ, ചെറിയ ആഗ്രഹങ്ങൾ വെച്ചിട്ട് വേണം മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ലോട്ടറി, എനിക്ക് ലോട്ടറി അടിക്കണം, ബിസിനസ്, എന്ത് തന്നെ ആവട്ടെ, അത് ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചർച്ചയിലുള്ള പ്രോപ്പർട്ടി സെയിലായതിന് നന്ദി. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, കൊടുത്ത കാശ് തിരിച്ച് കിട്ടണം, ഓണം മെമ്പർ 1 ഇയർ അടിക്കണം,
നാളെ ലോട്ടറി അടിക്കണം. രാജലക്ഷ്മി മാഡം ഗുഡ് ഈവനിങ്. ഓക്കെ. സ്റ്റഡീസ് എൻ്റെ കുട്ടികൾ കൂടുതലായിട്ട് വേണം ലോട്ടറി അടിക്കണം. എല്ലാവർക്കും ലോട്ടറി തന്നെയാണ്. ദുബായി പോകണം. ഓക്കെ, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഷീറ്റ് ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിൽ ഞാൻ 7 സെൻറ്റിമീറ്റർ വീതിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 7 സെൻറ്റിമീറ്റർ നീളം വീതിയുള്ള ഒരു പേപ്പർ കട്ട് ചെയ്യുക. നിങ്ങൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ A4 ഷീറ്റോ നോട്ട്ബുക്കോ ഉണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കുക. റെഡിയാണോ? കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാം. ഓക്കെ. ഹോം ലോണ് ഈ പേപ്പറാണ് നമ്മളെ മാനിഫെസ്റ്റേഷൻ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ 28 ഷീറ്റ് വേണം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് ഇങ്ങനെയുള്ള ഇങ്ങനെ 7 സെൻറ്റിമീറ്റർ വേണം, 8 സെൻറ്റിമീറ്റർ, ഇത് ലെങ്ത്തിൽ പ്രശ്നമൊന്നുമില്ല. ഇത് ഇങ്ങനെ വെക്കാം. എന്നിട്ട് അതിൽ എഴുതേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഇതിൽ പറഞ്ഞെന്താണ്? ഓക്കെ, അതായത് ഉദാഹരണത്തിന് ഇതിൽ ഒരാൾ പറഞ്ഞ ഹോം ലോൺ അല്ലെങ്കിൽ വേറെ ഒന്നും എടുക്കാം. ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം വേറെന്താണ്? ലോട്ടറി അടിക്കണം, ടുമാറോ 5000 രൂപ വേണം. ഓക്കെ, ഹസ്ബൻഡിന് ബിസിനസ് ഡെവലപ്പ് ആണോ? ഓക്കെ, ഹസ്ബൻഡ് ഡെവലപ്മെൻറ്റ് ആണെന്നുള്ള ഒരു ഇതെടുക്കുകയാണ്, ഒരു കമൻറ്റ് എടുക്കുകയാണ് ഞാൻ. അതായത് എൻ്റെ ഹസ്ബൻഡിന് എന്ത് ബിസിനസ് ഡെവലപ്പ് ആണോ? ഉദാഹരണത്തിന് ഹസ്ബൻഡിന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്ഷൻ ബിസിനസ് എത്ര ഡെവലപ്പാണ്, അതായത് ദിവസം ഇത്ര രൂപ 10,000 രൂപ വരുമാനം ലഭിച്ചതിന് പ്രപഞ്ചശക്തിക്ക് എന്ന് പറയുന്നു എന്നുള്ളതാണ്. നമ്മളെപ്പോഴും സ്പെസിഫിക് ആയിട്ട് എത്രത്തോളം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾ ഡ്രീംസ് എഴുതാൻ പറ്റുന്നുണ്ടോ, അത്രത്തോളം മാനിഫെസ്റ്റേഷൻ നടക്കും. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ ക്ലാരിറ്റി ഉണ്ടാവും. വിഷ്വലൈസേഷൻ ചില ആൾക്കാർ പറയും വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നല്ല. അതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരെ ഡ്രീംസിനെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് വിഷ്വലൈസേഷൻ നടക്കാത്തത്. നമുക്ക് നമ്മുടെ ഡ്രീമിനെ കൃത്യമായിട്ട് എഴുതാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് അതിനെ കാണാനും പറ്റും, എഴുതാൻ പറ്റിയില്ലെങ്കിൽ കാണാനും പറ്റില്ല. അതാണ്. അതായത് നിങ്ങൾക്ക് ഹസ്ബൻഡിൻ്റെ ബിസിനസ് ഡെവലപ്പ് ആണെന്ന് പറയുന്ന സമയത്ത് ഹസ്ബൻഡിൻ്റെ ഇന്ന ബിസിനസ് ദിവസം അല്ലെങ്കിൽ മാസം ഇത്ര വരുമാനമുള്ള രീതിയിലേക്ക് ആയതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുന്നു എന്നുള്ളത്. ഞാൻ എന്താ എഴുതാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മാസ്റ്ററി ക്ലാസ്സിൽ എലമെൻറ്റ് മാസ്റ്ററി ക്ലാസ്സിലേക്ക് 100 പേർ ജോയിൻ ശക്തിക്ക് നന്ദി. ഇതാണ് ഞാൻ എഴുതി വെച്ചത്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പം ടുമാറോ 5,000 വേണമെങ്കിൽ നാളെ എനിക്ക് 5000 രൂപ ലഭിച്ചതിന് പ്രപഞ്ചശക്തിക്ക് അഥവാ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നു എന്ന രീതിയിൽ എഴുതി വെക്കുക. ക്ലിയറായോ? ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യെസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട്, അതായത് വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, എല്ലാവരും ഇതിനു വേണ്ടി ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. യെസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ഫ്രീ ടു ടോക്ക്. നമുക്ക് ഒറ്റ സമയം ഒരു ആഗ്രഹം മാത്രമേ എഴുതാൻ പാടുള്ളൂ. അതെ, ഒരു തവണ ഒരാഗ്രഹം ചെയ്ത്, അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ 28 ദിവസങ്ങളിൽ, അത് പിന്നെ പറയാമെന്ന് കരുതിയാണ്. അതായത് നാളെ മുതൽ നമ്മൾ തുടങ്ങും. നാളെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് രാത്രിയാണ് ചെയ്യേണ്ടത്, രാവിലെ അല്ല. എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നോക്കുക, ആദ്യത്തെ ആഗ്രഹങ്ങൾ നമ്മൾ ഈ പേപ്പറിൽ എഴുതുക, എന്നിട്ട് മടക്കിയിട്ട് അത് സ്പ്രേയെല്ലാം ചെയ്യുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഓരോ ദിവസവും ഓരോ ആഗ്രഹങ്ങൾ വേണം തിരഞ്ഞെടുക്കാൻ. ഇന്ന് രാത്രി ഈ ആഗ്രഹം ചെയ്ത് രാവിലെ എഴുന്നേറ്റു ഇതെന്ത് ചെയ്യുക, ഇത് കത്തിച്ച് തരാം. പിന്നെ അന്ന് രാത്രി രണ്ടാമത്തെ ആഗ്രഹം എടുക്കുക. ഓരോ ദിവസവും ഓരോ ആഗ്രഹങ്ങൾ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മൾ 28 ഡേയ്സിൽ ഇനിയുള്ള ക്ലാസ്സുകളിൽ ഉണ്ടാവുക. ഇനി ഇതുവരെ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോപ്പിനായിരുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പില്ലോ മാനിഫെസ്റ്റേഷൻ ആണ് കേട്ടോ.
അന്നേരം നമ്മൾ ഇതിനെ മടക്കാൻ പോവാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ത്രികോണാകൃതിയിൽ മടക്കാം, അല്ലെങ്കിൽ ചതുരത്തിൽ മടക്കാം. ഞാനിവിടെ ചതുരത്തിലാണ് മടക്കാൻ പോകുന്നത്. ഇതിങ്ങനെ മടക്കി. ഇനി നിങ്ങൾക്കായുള്ള സെൻറ്റ് സ്പ്രേ അല്ലെങ്കിൽ അത്തറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് അടിക്കുക. മനസ്സിലായോ? സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ചോദിച്ചോ. സാർ ഇപ്പോ ഒരു ക്യാഷ് 3 പേർക്ക് ഹെൽപ്പ് ചെയ്തിനു, അതിന്റെ പേര് എഴുതണം അല്ലെങ്കിൽ എങ്ങനാ അത് 3 പേർക്ക് ഹെൽപ്പ് ചെയ്തിനു ക്യാഷ്, അപ്പൊ അവരൊന്നും തിരിച്ചു തരുന്നില്ല. അപ്പൊ അവരെ പേര് എഴുതിയിട്ട് എഴുതണോ അല്ലെങ്കിൽ വെറും ക്യാഷ് അല്ല, മാത്രമേ പേര് എഴുതിയുള്ളൂ? എഴുതണം. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, ഇത് നമ്മൾ എല്ലാവരും സ്പ്രേ അടിച്ചെന്ന് എഴുതുന്നു. ഹലോ പറഞ്ഞു ആ പറഞ്ഞു. സാർ, അതുപോലെ ഇത് പറഞ്ഞില്ലേ നമ്മൾ രാത്രി എഴുതിയിട്ട് രാവിലെ കത്തിക്കണം എന്ന്. അപ്പൊ കത്തിക്കുമ്പോ കത്തിക്കുന്നത് ആണോ അത് എടുത്തു വെക്കുകയാണോ? കത്തിക്കുമ്പോ നമ്മുടെ അത് പോവല്ലേ സാർ, അല്ല, ബേൺ അത് ചെയ്ത് പോവോ? നമ്മൾ സത്യത്തിൽ അത് കത്തിക്കുന്നത് ഇപ്പം 55x5 അല്ലെങ്കിൽ 7-7 മെത്തേഡിന്റെ അവസാന ദിവസം നമ്മൾ ആഗ്രഹങ്ങൾ കത്തിക്കണം എന്ന് പറയും. അതെന്താണെന്ന് അറിയാമോ? കത്തിക്കുന്നത് നമ്മൾ യൂണിവേഴ്സിലേക്ക് അർപ്പിക്കുക എന്നുള്ളതാണ്. അതെന്താണ്, നിങ്ങൾ ഇതെല്ലാം ചെയ്ത് ഇങ്ങനെ കുറേ അടുക്കി വെച്ചു എന്ന് കരുതുക, അയ്യോ ഇതെല്ലാം എഴുതി വെച്ചിട്ട് ഇത് നടക്കുന്നില്ലെന്നും ചിന്ത വരും. ഇത് നമ്മൾ ഇവൻ ബേലീഫ് മാനിഫെസ്റ്റേഷൻ നമ്മുടെ യൂട്യൂബ് ചാനലിലും ചെയ്തിരുന്നു. ബേലീഫ് മാനിഫെസ്റ്റേഷൻ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലും ഇത് എഴുതി കത്തിക്കുന്നത് ചെയ്ത് പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ ആഗ്രഹങ്ങൾ പ്രപഞ്ചത്തിലേക്ക് അർപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നത്. കത്തുന്നത് നമ്മൾ ഫുള്ള് കാണണം അല്ലേ, കത്തി പോകുന്നത്? അതെ, തീർച്ചയായും. അതങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ശീലിക്കണം. അത് കാണുകയല്ല, മീൻസ് അത് കത്തിക്കുന്ന സമയത്ത് അത് പ്രകൃതിയിലേക്ക് അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളിലേക്ക് ലയിക്കുകയാണ്. ആഗ്രഹങ്ങളെല്ലാം തന്നെ ഈവൻ നമ്മളിൽ എപ്പോഴും ഒരു സറണ്ടറിങ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ സമർപ്പണ ഭാവം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളിൽ ആഗ്രഹങ്ങൾ നടക്കുക എന്ന് പറയും. ക്ലിയർ ആയോ? അന്നേരം ഞാനിവിടെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജസ്റ്റ് ഈ പില്ലോ എടുക്കുക. പില്ലോ നിങ്ങൾ തല വെക്കുന്ന എവിടെയാണ്? സെൻറ്ററിലാണ് വെക്കുക അല്ലേ? ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന പില്ലാണ്. പില്ലോയുടെ സെൻറ്ററിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് വെക്കുക. ഇപ്പം ഞാൻ വെച്ചത് സെൻറ്ററിലാണ്. അന്നേരം ഞാനിവിടെ തല വെച്ച് കിടക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? ഞാൻ പില്ലോയിൽ എൻ്റെ തല വെച്ച് കിടക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും. ഈ സ്പ്രേ എന്ന് പറയുന്നത് കുറേ അടിക്കുകയല്ല ചെയ്യേണ്ടത്, കുറച്ചടിച്ചാൽ മതി കേട്ടോ. ചില ആൾക്കാർ 3 തവണ അടിക്കും, ചെറുങ്ങനെ അടിച്ചാൽ മതി. ചെറിയൊരു സ്മെല്ല് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. അതായത് അവിടെ എന്താ ചെയ്യുന്നതെന്ന് അറിയാം, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പ്രോഗ്രാം ചെയ്യുകയാണ്. അയ്യോ ഈ സ്മെല്ല് വരുന്നില്ല, എന്തുകൊണ്ടാണ് ഈ സ്മെല്ല് വരുന്നത്? ഓക്കെ, ഞാൻ ആഗ്രഹം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ആഗ്രഹം? ഓക്കെ, ഈ ആഗ്രഹമാണ് എഴുതി വെച്ചത്. അങ്ങനെ ഉണ്ടാവും. ക്ലിയർ ആയോ? അപ്പം നമ്മൾ അത് എഴുതി വെച്ചു, അത് ഇവിടെ വെച്ചു. എന്നിട്ട് നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ആഗ്രഹങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ കിടക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇന്ന് ഞാൻ കിടക്കുന്ന സമയത്ത് ഈ ആഗ്രഹം ഉണ്ട്, ഈ ആഗ്രഹം ഞാൻ തല വെച്ച് കിടക്കുന്ന സമയത്ത് അതിലൊരു സ്മെല്ലുണ്ടാവും. അതെന്നെ റിമൈൻഡ് ചെയ്യും. ഓക്കെ, ഈ ആഗ്രഹമാണ്. ആ സ്മെല്ല് മണക്കുന്ന സമയത്തെല്ലാം തന്നെ ആഗ്രഹങ്ങൾ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കും. അത് നമ്മളെ മാനിഫെസ്റ്റേഷനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. എന്താണ്? ക്ലിയർ ആയില്ല ചോദ്യം. ക്ലിയർ ആയില്ല. ഒന്ന് ടൈപ്പ് ചെയ്യാമോ? കത്തിച്ചത് ചാരമാവുമ്പോ ഓക്കെ, ചാരം എന്താ ചെയ്യേണ്ടത്? അത് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. ഇത് തലോടയുടെ ഉള്ളിലാണോ? ആ, തലയുടെ ഉള്ളിലാണ്, പില്ലോയുടെ ഉള്ളിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. നമുക്കിത് അടുപ്പിൽ കത്തിക്കാൻ പറ്റുമോ? അതിന്റെ താഴ്വശത്താണോ? കത്തിക്കുന്ന സമയത്തെ ചോറൊക്കെ വെക്കുന്ന സമയത്ത് അടുപ്പിൽ കൊണ്ടിടാൻ പറ്റുമോ? അതോ അല്ല, സെപ്പറേറ്റ്? അടുപ്പിലേക്ക് കൊണ്ടുവരണ്ട. ഇത് നിങ്ങൾ കത്തിച്ചിട്ട് അതിന്റെ പൊടിയില്ല ഇത് ഇവിടെ, അതായത് ചെടികൾക്ക് ഇട്ടു. ഹലോ സർ, അല്ല, ഇത് റെക്കോർഡഡ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അതെ, അപ്ലോഡ് ചെയ്യും. അത് ഞാൻ പകുതിക്ക് വെച്ചിട്ടാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. അതുകൊണ്ട് സാർ ആദ്യം പറഞ്ഞൊന്നും കേൾക്കാൻ പറ്റിയില്ല. അതെല്ലാം നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഓക്കെ.
സാറത് നമുക്ക് സാർ നാളെ പറയുന്നത് മുതൽ തല വെക്കുന്ന ഭാഗത്തേക്ക് വെക്കണം ആ അല്ലേ? തല വെക്കുന്ന ഭാഗത്താണ് ഇത് വെക്കേണ്ടത്. ഇപ്പൊ ഞാൻ സെന്ററിലാണ് ഞാൻ തല വെക്കാറ്. ആ ആ ഓക്കെ, ഓക്കെ സെന്ററിലാണ് ഓക്കെ വെക്കാറ്. അന്നേരം അതിലെന്ത് സംഭവിക്കും, നമ്മളെ സ്മെല്ല് ഇങ്ങനെ ചെയ്ത് ഉറങ്ങുന്ന സമയത്തെല്ലാം നമ്മളെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ആൾഫയിൽ നിന്ന് ബീറ്റിലേക്ക് പോകുന്ന സമയത്ത് എല്ലാം തന്നെ ഈ സ്മെല്ലും കാര്യങ്ങളും വളർത്തിയിട്ട് നമ്മൾ റിമൈൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഈവൻ അരോമ തെറാപ്പി എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ഫ്ലവർ മെഡിസിൻസ് അരോമ തെറാപ്പി, ഇതെല്ലാം ഇതിൽ ഉപയോഗിക്കുന്നത്. നമുക്ക് ആ ഒരു നല്ല സ്മെല്ല് ഇപ്പം വീട്ടിലും എല്ലാം തന്നെ ചന്ദനത്തിരി അതോടൊപ്പം തന്നെ കുന്തിരിക്കും കാര്യങ്ങൾ ഇട്ട് കത്തിച്ച് വെക്കുകയാണ്, നമുക്കൊരു പോസിറ്റിവിറ്റിയാണ് വരിക. അതാണ് ക്ലിയർ ആയോ? അന്നേരം ക്ലിയർ ആയി. ഇങ്ങനെ നമ്മൾ ഇന്ന് ചെയ്തു. ഉദാഹരണത്തിന് ഇന്ന് രാത്രി മുതൽ നമ്മൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ നാളെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ രാത്രി ഇന്ന് ചെയ്ത് വെച്ചു, രാവിലെ എഴുന്നേറ്റു, പ്രാർത്ഥനയും കാര്യങ്ങളും മെഡിറ്റേഷൻ ചെയ്തു. പിന്നെ എന്ത് ചെയ്യാം, ഇത് നമ്മളെ ഹൃദയഭാഗത്ത്, അതായത് ഇതിന് ആ ഒരു ഷീറ്റ് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് വെച്ചിട്ട് ഞാൻ അതിന് നന്ദി പറയും. അതായത് ആ ആഗ്രഹം നടന്നു, അതിന് പ്രപഞ്ചശക്തി അഥവാ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് നന്ദി നന്ദി നന്ദി. ഇനി ഞാൻ ഇത് യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യും, ഇത് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ തീപ്പെട്ടിയോ അല്ലെങ്കിൽ ലൈറ്ററോ വെച്ചിട്ട് അത് കത്തിച്ചിട്ട് ആ ചാരം ചെടിക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. ഓക്കെ ഓക്കെ ഓക്കെ. ക്ലിയർ ആയോ? അത് ഇന്ന് ചെയ്തു, പിന്നെ നാളെ രണ്ടാമത്തെ ആഗ്രഹം എഴുതി വെക്കുക, രാത്രി ഉറങ്ങി കിടക്കുന്ന മുമ്പ് എഴുതി വെക്കുക. അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതനുസരിച്ച് നമ്മളെ ഒരു മനസ്സിലേക്ക്, ഇപ്പോൾ രാത്രി ഉറങ്ങി കിടക്കുന്ന സമയത്തൊക്കെ ഈ ഒരു പ്രൊസീജിയർ ചെയ്ത് വരുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ നമ്മളെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും കാര്യങ്ങളും മാത്രമേ ഉണ്ടാവും. അല്ലാതെ ഇതേപോലെ നെഗറ്റീവായ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. 28 ദിവസം 28 അധ്യായങ്ങളാണ് അതെ, എഴുതിയിരിക്കുന്നത്. 28 ദിവസം ഓരോ ദിവസം ഓരോ ആഗ്രഹം. നാളെയാണ് നമ്മൾ ക്ലാസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുവരെ നൽകിയ കാര്യങ്ങളുണ്ടാവും, പിന്നെ പില്ലോ മെത്തേഡ് ഉണ്ടാവും. മനസ്സിലായോ? ഓക്കെ, സർ, ചാരം കത്തിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് കേട്ടില്ല ചാരം സർ. ചെടിക്കിട്ട് കൊടുക്കാം, ചെടിക്കിട്ട് കൊടുക്കാം. ഇല്ലേ നമുക്കത് ജസ്റ്റ് നമുക്ക് പ്രകൃതി ഇങ്ങനെ കാറ്റിലേക്ക് വിടാം. ഓക്കെ, സാർ എന്താ നമ്മളിപ്പോ ഇങ്ങനെയാണോ എഴുതേണ്ടത്? എന്റെ ഹസ്ബൻഡ് ബിസിനസ്സിൽ ഓരോ ദിവസവും 5,000 റുപ്പീസ് അല്ലെങ്കിൽ 5,000 റിയാൽ ഇങ്ങനെ കിട്ടിയതിന് അതെ അതെ, അങ്ങനെ തന്നെയാണ് എഴുതി വെക്കേണ്ടത്. താങ്ക് യു. ഓക്കെ, രോഗം മാറിയത് നന്ദി എന്ന് പറയുന്നതിന് പകരമായിട്ട് എനിക്ക് പൂർണ്ണ ആരോഗ്യത്തിന് നന്ദി എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, സാറേ അത് കിട്ടിയതായിട്ടല്ലേ എഴുതേണ്ടത്? കിട്ടിയതായിട്ടാണ് എഴുതേണ്ടത്. ഓക്കെ. ഓക്കെ, അങ്ങനെ അതാണ് ചെയ്യേണ്ടത്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ സാർ, നമ്മളിപ്പോഴേ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ ഞാനിപ്പോ എന്റെ വീട്ടിൽ നിന്ന് പാസ്പോർട്ട് വീട്ടിലേക്ക് മാറാണ്. അങ്ങനെ ഇത് ചെയ്യണ 28 ദിവസം നമ്മൾ വീട് മാറി മാറിയാണ് നിക്കുമ്പോ അപ്പൊ എന്താ ചെയ്യാ? നിങ്ങളുടെ ഡ്രീം ഈ ഒരു ആഗ്രഹങ്ങൾ 28 ആഗ്രഹങ്ങൾ അത് നിങ്ങളുടെ ആ ഷീറ്റ് നിങ്ങളുടെ ഡ്രീം ജേണലിൽ വെക്കുക. ആ അത് വെച്ചാൽ എവിടെ പോവാണെങ്കിലും അത് കൊണ്ടുപോവാല്ലേ? അതെ അതെ, അത് കൊണ്ടുപോകാം. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. എനിക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും എഴുതാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ എഴുതുക, അത്രയേ ഉള്ളൂ. ഒന്നിനും ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ടെൻഷൻ അടിക്കാൻ പാടില്ല. നമ്മൾ കൂടുതൽ ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. മനസ്സെപ്പോഴും ഫ്രീ ആയിട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, സാറേ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഞാന് എനിക്ക് വെരിക്കോസിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ തലയിൽ വെക്കൂല, കാലിന് വെച്ചിട്ട് ഉറങ്ങാറ്. അപ്പൊ എന്താ ചെയ്യുക? ഇങ്ങനെ ബെഡ്ഷീറ്റ് ഉണ്ടാവില്ലേ, ആ ബെഡ്ഷീറ്റിൽ വെച്ച് ബെഡ്ഷീറ്റിന് താഴെ വെച്ചാൽ മതി. ഞാൻ വീണ്ടും പറയുന്നത്, ഈ ഒരു സ്മെല്ല് വരുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ ഒരു റിമൈൻഡർ പ്രവർത്തിക്കും. ഓക്കെ, ഈ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് വെച്ചത്. അതാണ് ഇതിന്റെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ആണ്. അത് കയ്യിൽ കിട്ടുന്ന ചേടാവട്ടെ, അമ്പലങ്ങളിൽ പോകുന്നാവട്ടെ, എല്ലാം നമ്മളെ ബോധം അനുസരണം റീപ്രോഗ്രാം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള എന്താണ് ഭാഷ എന്നുള്ളത്. നമ്മളെ മനസ്സിലേക്ക് കൃത്യമായിട്ട് ആ ഓർമ്മകൾ കൊണ്ടുവരാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്. ക്ലിയർ ആയോ? താങ്ക് യു സർ, ക്ലിയർ ആയി. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള? ഓക്കെ, സർ, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോ. സർ, ഞാൻ ഇന്ന് ആദ്യത്തെ ക്ലാസ്സിലാണ് കയറുന്നത്.
അപ്പോ ഈ 28 ദിവസത്തെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ നാളെ മുതൽ എനിക്ക് നാളെ മുതലാണ് ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആ ഓക്കെ. ഓക്കെ. പിന്നെ 11-ാം തീയതി ഞാൻ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞിരുന്നു, 11-ാം തീയതി അലൈൻമെന്റ് മാസ്റ്ററി എന്ന് പറഞ്ഞു. നമ്മളെ കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു അലൈൻമെന്റ് മാസ്റ്ററി. ഇനി അത് നമ്മളൊരു ടെസ്റ്റ് പോലെ ചെയ്തായിരുന്നു. നല്ല റിസൾട്ട് പലർക്കും കിട്ടി. നേരെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇനി എല്ലാ മാസവും അങ്ങനത്തെ കോഴ്സ്, അത് എങ്ങനെയാ ക്ലാസ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ഈ മാനിഫെസ്റ്റേഷൻ ഫാമിലി എന്ന് പറയുന്ന ആ ഗ്രൂപ്പിലല്ലേ ഈ ക്ലാസ് നടക്കുക? ഇപ്പൊ സൗജന്യ ക്ലാസ് അതാണ് നടക്കുന്നത്. സൗജന്യ ക്ലാസ് എന്ന് വെച്ചാൽ എല്ലാം റെക്കോർഡ് ആയിരിക്കും. അലൈൻമെന്റ് മാസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് മെമ്പേഴ്സിനെ മാത്രമാണ് ഉൾപ്പെടുത്തിയത്. അത് ഇത്ര റിസൾട്ട് കിട്ടിയതിനെ കൊണ്ട് ഇനി ഈ മാസം 11-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 11-ാം തീയതി ഈവനിങ് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് എന്താണെന്ന് വെച്ചാൽ ഹീലിംഗ്, അതായത് ഇന്നർ ചൈൽഡ് ഹീലിംഗ്, ട്രോമ ഹീലിംഗ്, അങ്ങനെ കുറേ ഹീലിംഗ് മെഡിറ്റേഷൻസ്. ഇപ്പോൾ ഒരു മെഡിറ്റേഷൻ നമ്മൾ അതിൽ ചെയ്യുന്നുണ്ട്. അതിൽ മെഡിറ്റേഷൻ ഇപ്പം ചെയ്യാൻ പോകുന്നുണ്ട്. അതായത് അത് ജസ്റ്റ് ഒന്ന് ആ ക്ലാസ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് മോർണിംഗും ഈവനിങ് ബാച്ച് ഉണ്ടാവും. അതിൽ മോർണിംഗ് ഈവനിങ് ബാച്ച് ഉണ്ടാവും. അതിൽ കംപ്ലീറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് ഹീലിംഗ് ആണ്. അതായത് ഇന്നർ ചൈൽഡ് ഹീലിംഗ്, അങ്ങനെയുള്ള ട്രോമ ഹീലിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് നമ്മളെ ബ്ലോക്സിനെ ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ലൈവിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതായത് നമ്മളെ ബ്ലോക്സ്, നമ്മളെ എന്തുകൊണ്ട് നമ്മുടെ ലൈഫിൽ ബ്ലോക്ക് വരുന്നത് വെച്ചാൽ കാർമിക് ബ്ലോക്കാണ്, മൈൻഡ് ബ്ലോക്കാണ്, എനർജി ബ്ലോക്കാണ്, ഇമോഷൻ ബ്ലോക്കാണ്. ഇപ്പോൾ കാർമിക് ബ്ലോക്കാണ്, നമുക്ക് പണത്തെ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പറ്റില്ല. അത് നമ്മളെ കർമ്മം, നമ്മൾ ചെയ്യുന്ന കർമ്മം അനുസരിച്ചാണ്. ചിലപ്പോൾ നമ്മൾ കുറേ ആൾക്കാർ പറ്റിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ നമ്മൾ ചീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളെ കർമ്മത്തെ ബാധിക്കും. അതേപോലെ തന്നെ നമ്മളെ രക്ഷിതാക്കൾ ചെയ്യുന്ന കർമ്മം വരെ നമ്മളെ ബാധിക്കുന്നുണ്ട് അല്ലേ? ഇപ്പൊ നിങ്ങളുടെ രക്ഷിതാക്കൾ കുറേ കടങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് എൻ്റെ അച്ഛൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പണം സമ്പാദിക്കുന്നതിൽ വലിയ മിഴക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുട്ടിക്കാലത്ത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ പെട്ടെന്ന് നടക്കില്ല എന്ന് പെട്ടെന്ന് വരില്ല. അത് കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തൊന്നും തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കണം, അത് നേടണം, അത് കുറേ ടൈം എടുത്തിട്ടാണ് നടക്കുക. അതാണ് കാർമിക് ബ്ലോക്ക്, കർമ്മഫലമായിട്ട് കിട്ടുന്നതാണ്. എനർജി ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഒരു ഹാപ്പിനെസ്സോ കാര്യങ്ങളും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് എനർജി ബ്ലോക്ക് ഉണ്ടാക്കും. അതിനെല്ലാം റിമൂവ് ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് ഇതേപോലെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ റിലേഷൻഷിപ്പ് പ്രോബ്ലം ഉണ്ടാവും. ഈവൻ റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരുന്നു. യൂട്യൂബിൽ കുറേ വീഡിയോസും കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ വിഷ്വലൈസേഷൻ, മെഡിറ്റേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. ഇതേപോലെ ഫിനാൻഷ്യൽ ബ്ലോക്ക് മാറ്റുന്ന കാര്യങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസ് സോൾവ് ചെയ്യുന്നത്, ജോബ് ബ്ലോക്കെല്ലാം മാറ്റുന്നത് എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഹീലിംഗ് പ്രോസസ്, ഇപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ഹീലിംഗ് മെഡിറ്റേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു വിഷ്വലൈസേഷൻ, ഒരു അബൻഡൻസ് മെഡിറ്റേഷൻ നമ്മൾ നൽകുന്നുണ്ട്. അത് ഒരു ഗോൾഡൻ ലൈറ്റ് മെഡിറ്റേഷനാണ് നമ്മൾ ഇന്ന് നൽകാൻ പോകുന്നത്. അത് നിങ്ങൾക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇന്ന് നൽകാൻ പോകുന്നത്. പിന്നെ നമ്മളെപ്പോഴാണോ, പണ്ടെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ടെക്നിക്കുകളും കാര്യങ്ങളും ഞാൻ യൂസ് ചെയ്യുന്നു. 2 കപ്പ് മെത്തേഡ്, 1 കപ്പ് മെത്തേഡ്. നമ്മളെപ്പോഴാണോ നമ്മുടെ എനർജി ലെവല് നമ്മൾ കണക്റ്റ് ആവുന്നത് യൂണിവേഴ്സുമായിട്ട്, അല്ലെങ്കിൽ ഒരു ഹയർ ലെവലിലേക്ക് നമ്മൾ കണക്ട് ആവുന്നത്, എന്നാൽ നമുക്ക് വേണ്ട കാര്യങ്ങളിൽ തന്നെ നമ്മൾ ലൈഫിൽ സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ഇന്ന് ശരത്ത് എന്ന് പറഞ്ഞ ആൾ പേഴ്സണൽ കൺസൾട്ടേഷൻ എടുത്തിരുന്നു. ഇപ്പോൾ ഇതിൽ ഒരാളും ബോൾഗ മാഡും പേഴ്സണൽ കൺസൾട്ടേഷൻ. നമ്മളെ ഇമോഷൻസും നമ്മളെ എനർജി ലെവലിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അതിനെ ഉയർത്താൻ സാധിച്ചില്ലെങ്കിൽ, നമുക്ക് ഒരിക്കലും തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കില്ല. അതായത് ഞാൻ ആ ഒരു ലെവലിലേക്ക്, അതായത് ശരിക്കും പറയുന്നെങ്കിൽ ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ഇനീഷ്യൽ ടൈമിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് 2 കപ്പ് മെത്തേഡ്, 1 കപ്പ് മെത്തേഡ് അതെല്ലാം കുറേ യൂസ് ചെയ്തു. എനിക്ക് റിസൾട്ട് ചില കാര്യങ്ങൾ റിസൾട്ട് കിട്ടുന്നുണ്ട്, ചില കാര്യങ്ങൾ റിസൾട്ട് കിട്ടുന്നില്ല. പിന്നെയാണ് ഹീലിംഗ് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. റേക്കി, പ്രാണി ഹീലിംഗ്, സിദ്ധ ഹീലിംഗ്, അങ്ങനെ കുറേ ഹീലിംഗ് ക്ലാസ് ഞാൻ പങ്കെടുത്തു. എനിക്ക് എൻ്റെ ഹാപ്പിനെസ്സിന്, അതായത് നമ്മളെ കുട്ടിക്കാലത്ത് കുറേ വിഷമങ്ങളും കാര്യങ്ങളെല്ലാം അനുഭവിച്ചിട്ട് അത് വീണ്ടും പിന്തുടർന്ന് നമ്മളെ കുത്തിക്കൊണ്ടിരിക്കും. അയ്യോ, എൻ്റെ ലൈഫിൽ അന്ന് അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു, എന്നെ ആ വ്യക്തി ചീറ്റ് ചെയ്തു, അങ്ങനെ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. ചുറ്റും എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും സന്തോഷിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഹീലിംഗ് പ്രോസസ് കഴിഞ്ഞ അലൈൻമെന്റ് മാസ്റ്ററി ക്ലാസ്സിൽ ഷീല എന്ന് പറഞ്ഞ മേഡം ഉണ്ടായിരുന്നു. അത് മുന്നത്തെ ലൈവിൽ നിങ്ങൾ കാണാൻ സാധിക്കും. അദ്ദേഹം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആ ഒരു മൈൻഡിലെ ബ്ലോക്ക് മാറ്റിയതിന് ശേഷം അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ സാധിച്ചു. അതുവരെ അദ്ദേഹത്തിൻ്റെ പാഷൻ എന്താണെന്ന് അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചില്ല. ഇതാണ് എലമെന്റ് മാസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കോഴ്സ് അല്ല, മെയിനായിട്ട് ഇതൊരു കോഴ്സ് അല്ല, ഇതൊരു ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാണ്. അതിൽ നമ്മൾ കൊടുക്കുന്ന ഫുഡ് ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറയും, ഡെയിലി ചെയ്യേണ്ട ഹാബിറ്റ്സ് നമ്മൾ പറയും. അല്ലാതെ നിങ്ങൾ കുറേ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തു അതുകൊണ്ട് ഒരിക്കലും ചേഞ്ച് വരാൻ പോകില്ല. പിന്നെ നിങ്ങൾ ഒരു ലേഡി ആണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകത്തിലേക്ക് എങ്ങനെ മാറ്റിയെടുക്കാം, നിങ്ങളെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. 30 days ഡിഫറെൻ്റ് ആയിട്ടുള്ള മെഡിറ്റേഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നർ ചൈൽഡ് ഹീലിംഗ്, നമ്മുടെ കുട്ടിക്കാലത്തിലെ
ഓർമ്മകളും കാര്യങ്ങളെല്ലാം ഹീൽ ചെയ്യുന്നതാണ്. പിന്നെ ഇതേപോലെ തന്നെ ഏകദേശം 30 മെഡിറ്റേഷൻ ഉണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഗ്രൗണ്ടിങ് മെഡിറ്റേഷൻ, ഹാർട്ട് സെൻറ്റേർഡ് മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷൻ, ഓക്കെ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ സീക്രട്ട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എല്ലാം തന്നെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഹാബിറ്റ്, അതായത് നിങ്ങളെ ഫുഡ് ഹാബിറ്റ്സ്, നിങ്ങളുടെ ഇങ്ങനെ പെരുമാറ്റവും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അതിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം പറയുന്നുണ്ട്. സൈക്കോളജിക്കലായിട്ടുള്ള കുറച്ച് ടൂൾസ് പറയുന്നുണ്ട്. അത് ബിസിനസ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, മണി മാനിഫെസ്റ്റേഷനിൽ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ നമ്മൾ അതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു ബിസിനസ്സോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ പേഴ്സണൽ ബ്രാൻഡ് ചെയ്യണം, എങ്ങനെ നിങ്ങളെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണം, എങ്ങനെ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യണം, അതോടൊപ്പം തന്നെ എങ്ങനെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്താനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡെയിലി പലതരം ടാസ്കുകളുണ്ട്. ചിലപ്പോൾ റൂം ക്ലീൻ ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ ഒരു ട്രാവൽ ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ അങ്ങനെ എന്തോ ആവട്ടെ, അതങ്ങനെ എല്ലാം ചെയ്യുന്നതായിരിക്കും. പിന്നെ പേഴ്സണൽ ഗൈഡൻസ് ഉണ്ടാവും. അതായത് ഓരോരുത്തർക്കും നമ്മൾ ആ അലൈൻമെൻറ്റ് മാസ്റ്ററിയിൽ ഇങ്ങനെ ഓരോ ദിവസം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഴ്സണലായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുള്ള അവസരം നമ്മൾ കൊടുക്കാറുണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻസ് എല്ലാം നമ്മൾ കൊടുക്കാറുണ്ട് ഈ അലൈൻമെൻറ്റ് മാസ്റ്ററിയിൽ. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, കാരണം ഞാൻ ഇന്നത്തെ ലൈവിൽ പറയുന്ന സമയത്ത് അലൈൻമെൻറ്റ് മാസ്റ്ററിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതെല്ലാം പറയും. അത് നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഈ 11-ാം തീയതി തുടങ്ങും. ഗ്രൂപ്പിൽ അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. ഒരു സംശയം ചോദിച്ചോട്ടെ, സ്ഥലം വിൽപ്പനയ്ക്ക് നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ഓക്കെ, എൻ്റെ ഇത്ര സെന്റ് സ്ഥലം ഇത്ര ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ സാധിച്ചതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുന്നു. താങ്ക് യു സർ. ഓക്കെ, ശരി. സാറേ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ചോദിച്ചോളൂ. പിന്നെ ഈ അലൈൻമെന്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ പെയ്ഡ് ക്ലാസ് അല്ലേ? അതെ. അതിന് എത്ര രൂപയാണ്? 3,333 ആണ്. 3,333 43. അത് ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യുന്നാൽ മതി. ഞാൻ ഒരിക്കലും ഫോഴ്സ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇത് പറഞ്ഞു തന്നല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ഒരു 100-200 മെമ്പേഴ്സിനൊന്നും ആയിരിക്കുന്നില്ല. കാരണം ഉള്ള മെമ്പേഴ്സിനെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. കുറേ മെമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഞാൻ ഇതേപോലെ പല ക്ലാസ്സുകളിലും പങ്കെടുത്തിട്ടുണ്ട്. 100, 200, 300 മെമ്പേഴ്സ് ഉണ്ടാവും. നമുക്കൊരു ഡൗട്ടോ നമുക്കൊരു സംശയമോ ചോദിക്കാൻ പറ്റുന്നില്ല. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരെയും മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട ഗൈഡൻസും കാര്യങ്ങളും കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ ദർശന എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഉണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് ബിസിനസ് ചെയ്യാൻ സാധിച്ചില്ല. ബിസിനസ് ചെയ്യാൻ സാധിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രൊമോഷൻ ചെയ്യാൻ പറ്റുന്നില്ല, ബിസിനസ് പ്രൊമോഷൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, കുറേ ഗ്രൂപ്പുകൾ, ഞാൻ പെയ്ഡ് ഗ്രൂപ്പുകൾ മേടിച്ച് വെച്ചിട്ടുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകൾ. അദ്ദേഹത്തിന് അത് കൊടുത്തു. അതുവഴി അദ്ദേഹത്തിന് ബിസിനസ് കാര്യങ്ങളെല്ലാം തന്നെ ഷെയർ ചെയ്തു. അതിലൂടെ ബിസിനസ് ഇങ്ങനെ ചെയ്യാൻ സാധിച്ചു. വാട്സപ്പ് ഗ്രൂപ്പിൽ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ്, ഓർണമെൻറ്റ്സ് കാര്യങ്ങളിൽ ഷെയർ ചെയ്യാൻ സാധിച്ചു. അതിലൂടെ അദ്ദേഹത്തിന് ഡെവലപ്മെൻറ്റ് വന്നു. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ കുറേ മെമ്പേഴ്സിനെ ഒന്നും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കില്ല. ഒരു 2 ബാച്ചിനും കൂടി 100 മെമ്പേഴ്സ് മതി എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കൂടുതൽ മെമ്പേഴ്സ് 50 അത്ര മതി എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അത് തുടങ്ങുന്ന സമയത്ത് ഞാൻ അറിയിക്കാം. അതോടൊപ്പം തന്നെ കുറേ പേരുടെ ലൈഫിൽ ചേഞ്ച് വരുത്തിയൊരു കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ മെഡിറ്റേഷനിലേക്ക് കടക്കാൻ പോവാണ്. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അത് മെയിനായിട്ട് ജോയിൻ ചെയ്യണമെന്ന് വെച്ചാൽ വലിയ ചേഞ്ച് വരണം, അല്ലെങ്കിൽ നല്ലൊരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കാൻ, രാവിലെ ഒരു പോസിറ്റിവിറ്റി, രാത്രി ഉറങ്ങി കിടക്കുന്ന മുൻപ് ഒരു മെഡിറ്റേഷൻ ചെയ്ത് ഡെയിലി ഒന്ന് പ്രൊഡക്റ്റീവായിട്ട് മാറുമെന്ന് ആഗ്രഹിക്കുന്ന ഇത് ലൈവ് ക്ലാസ് ആണ്. അത് ലൈവാണ് റെക്കോർഡും ചെയ്യും. പക്ഷേ എപ്പോഴും നമ്മൾ പറയുന്നത് വെച്ചാൽ ലൈവിൽ നിൽക്കണം എന്നുള്ളതാണ്. എന്നാലാണ് അതിൻ്റെ ചേഞ്ച് വരികയുള്ളൂ. ലൈവ് ക്ലാസ് എത്ര മണിക്കായിരിക്കും സാറേ? 5 to 6 ഉണ്ടാവും, 8 to 9 ഉണ്ടാവും. 8 to 9 വൈകുന്നേരമാണോ? അതെ, വൈകുന്നേരം. അത് 2 ബാച്ചായിട്ടാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ അതിലൊരു മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓക്കെ, എന്താണ് അതിൽ 5 ദിവസം ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആണ് ഉണ്ടാകുക. ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചില ആൾക്കാർക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. ശരിക്കും ഞാനെന്ന് പറയുന്ന വ്യക്തി ഈ ഒരു പ്രൊഫഷനിലേക്ക് എത്തിയെന്ന് വെച്ചാൽ എന്നെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്തതിന് ശേഷമാണ്. അതുവരെ നമ്മളെ മനസ്സിൽ എന്താ ഉണ്ടാകുക എന്നറിയാം. അയ്യോ, ഞാൻ ബേസിക്കലി ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ വ്യക്തിയാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി ഗുജറാത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഖത്തറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, എറണാകുളത്ത് കുറേ കമ്പനികളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ഷനിൽ, ഡിസൈനിങ്ങിൽ, പിന്നെ സർവീസ് എഞ്ചിനീയറായിട്ട്, സേഫ്റ്റി എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള മേഖലകളിലെല്ലാം വർക്ക് ചെയ്തത്. ഇതൊന്നും ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടല്ല. ഞാൻ എന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്തേക്ക് പോകാൻ സാധിച്ചു. കാരണം കുട്ടിക്കാലത്ത് കുറേ ട്രോമാസ്, നമ്മളെ വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടാത്തത്, വീട്ടിൽ നിന്ന് അംഗീകാരം കിട്ടാത്തത്, അംഗീകാരത്തിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എനിക്ക് ഈ അംഗീകാരം വേണം. അതുകൊണ്ട് നമ്മൾ സമൂഹത്തിന് വേണ്ടി ജീവിക്കുകയാണ്. എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാലാണ് സമൂഹത്തിന് വില വരിക, അതോടൊപ്പം തന്നെ ഇങ്ങനെ നല്ല പൈസ കിട്ടുക എന്നൊക്കെ രീതിയിലെ ചിന്ത ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. ഞാൻ എന്നെ തന്നെ ഹീൽ ചെയ്ത് മനസ്സിലായതിനു ശേഷം എനിക്ക് മനസ്സിലായി എഞ്ചിനീയറിംഗ് എൻ്റെ മേഖലയല്ല, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എൻ്റെ മേഖലയല്ല. പിന്നെ ഞാനിത് ചെയ്തു, ഇതേപോലെ സൈക്കോളജി പഠിക്കാൻ തുടങ്ങി. ഇപ്പം ഇങ്ങനെ ഡിപ്ലോമ കഴിഞ്ഞു, ഇനി ഇപ്പോൾ MSc പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെയുള്ള മേഖലയിലേക്ക് നമുക്ക് കടക്കാൻ സാധിച്ചു. അതുകൊണ്ട് എന്താ, എനിക്ക് ഹാപ്പിനെസ് ഉണ്ട്. പൈസ എന്ന് പറഞ്ഞാൽ ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ്. പണം ഇങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ലോട്ടറിയും ചിട്ടിയെല്ലാം പലർക്കും മിറാക്കിൾ സംഭവിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പണം എന്ന് പറയുന്നത് ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. നമ്മൾ കൊടുക്കുന്ന ഒരു സർവീസിനോ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ ആണ്. ഓക്കെ, അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ തലയുടെ ഒരു ഗോൾഡൻ ലൈറ്റ് മെഡിറ്റേഷൻ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. കണ്ണുകൾ അടച്ചിട്ട് ഒരു ഗോൾഡൻ ലൈറ്റ് നമ്മുടെ ശരീരത്തിനകത്ത് പ്രവേശിക്കുന്നതായിട്ടും ശരീരം മുഴുവനായിട്ടും അത് വ്യാപിക്കുന്നതായിട്ടും വിഷ്വലൈസേഷൻ ചെയ്യണം. ക്ലിയർ ആയോ? എന്താ ഡൗട്ട് ഉണ്ട് ഇതിൽ? ക്ലിയർ ആയെന്ന് കരുതുന്നു. അന്നേരം എല്ലാവരും കണ്ണുകൾ അടക്കുക. എന്നിട്ട് നമ്മൾ പിടിക്കാൻ പോകുന്ന ഒരു മുദ്രയാണ് കുബേര മുദ്ര എന്ന് പറയുന്നത്. ഓക്കെ, കുബേര മുദ്ര പിടിച്ചിട്ട് വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട്. കുബേര മുദ്ര എപ്പോഴും അബൻഡൻസ് കൊണ്ടുവരുന്ന മുദ്രയാണ്. ഇവിടെ മാനിഫെസ്റ്റേഷനിലെ മുദ്രകളിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു മുദ്രയാണ് കുബേരൻ. കുബേരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽത്തിൻ്റെ ആണ്. അത് പണം മാത്രമല്ല, വെൽത്ത് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ആവാം, ജോലി ആവാം, വാട്ടർ, ഇതിനെല്ലാം കൊണ്ടുവരുന്ന ഒരു മുദ്രയാണ് കുബേര മുദ്ര. മാനിഫെസ്റ്റേഷൻ മുദ്ര തെറാപ്പിയിൽ അത് നമ്മൾ എലമെന്റ് മാസ്റ്ററിയിൽ ഓരോരോ മുദ്രാസ് നമ്മൾ ഉപയോഗിക്കും. ഇതിലിപ്പോൾ ചെയ്യാൻ പോകുന്ന മുദ്രയാണ് കുബേര മുദ്ര. നോക്കൂ ആദ്യം പിടിക്കുന്ന കാര്യം ഞാൻ വീഡിയോയിൽ നോക്കൂ. ഓക്കെ, കാഴ്ചയുടെ പ്രോബ്ലം അല്ലേ? അന്നേരം ചൂണ്ടുവിരലും നടുവിരലും തള്ളവിരലിലേക്ക് കണക്ട് ചെയ്യുക. അതായത് നമ്മൾ ഇത് വെക്കുകയാണെങ്കിൽ നമ്മൾ ജ്ഞാനമുദ്ര വെക്കൂല, അതിനോടൊപ്പം തന്നെ നമ്മളെ നടുവിരലും ടച്ച് ചെയ്യുക. ബാക്കിയുള്ള രണ്ട് വിരൽ എന്ത് ചെയ്യുക, നമ്മളെ ഇങ്ങനെ കൈപ്പത്തിയുടെ അകത്തേക്ക്, കൈവെള്ളയുടെ അകത്തേക്ക് വെക്കുക, മടക്കിയിട്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. മനസ്സിലായേ? പിടിച്ച് ഞെക്കേണ്ട ആവശ്യമില്ല. ഫെദർ ടച്ച്, ജസ്റ്റ് ഒന്ന് ലൈറ്റ് ആയിട്ട് ടച്ച് ചെയ്താൽ മതി. ഇപ്പം ക്ലിയർ ആയില്ലേ കിരൺ സാറിന്? ഓക്കെ ഓക്കെ ഓക്കെ. അതായത് നമ്മൾ എന്ത് ചെയ്യാം, നിങ്ങൾ എല്ലാവരും കണ്ണുകൾ അടച്ചിരിക്കുക, നട്ടൽ നിവർത്തിയിരിക്കുക. ഓക്കെ, വാച്ചുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാറ്റിവെക്കാം, കണ്ണുണ്ടെങ്കിൽ മാറ്റിവെക്കാം. ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക. ഓരോ ശ്വാസനിശ്വാസവും ശരീരം കൂടുതലായിരുന്നതായി സങ്കല്പിക്കുക. എൻ്റെ മനസ്സും ശരീരവും ആത്മാവും പൂർണ്ണമായും ശാന്തമാണ്. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ശരീരം മുഴുവനായും അകക്കണ്ണുകൊണ്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ മുടി, നിങ്ങളുടെ കണ്ണുകൾ, നിങ്ങളുടെ മുഖം മുഴുവനായും കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ചുണ്ടുകൾ, നിങ്ങളുടെ കാത് എല്ലാം തന്നെ കാണുക. അതിലെന്ത് സംവേദനയാണ് ഉള്ളത്? ചൂടാണോ തണുപ്പാണോ? സാവധാനം നിങ്ങളുടെ ശ്രദ്ധ ഹൃദയഭാഗത്തേക്ക് കൊണ്ടുവരിക. ഹൃദയഭാഗത്തുള്ള എല്ലാ മാംസപേശികളും നാഡിയും
ഞരമ്പുകളും എല്ലാം തന്നെ അയച്ചിടുക. നിങ്ങളുടെ ഇരു കൈകളിലേക്കും ശ്രദ്ധിക്കുക. ഇരു കൈകളിലെ മസിലുകളും ഞരമ്പുകളും അയച്ചിടുക. നിങ്ങളുടെ വയറും ലൈംഗിക അവയവങ്ങളും എല്ലാം തന്നെ പൂർണ്ണമായും അയച്ചിടുക. ഇരു കാലുകളിലേക്കും നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക. ഇരു കാലുകളുള്ള മസിലുകളും എല്ലാം തന്നെ റിലാക്സ് ചെയ്യുക അഥവാ അയച്ചിടുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. എൻ്റെ മനസ്സും ശരീരവും പൂർണ്ണമായും ശാന്തമാണ്. ആകാശത്തിൽ നിന്നും ഒരു ഗോൾഡൻ ലൈറ്റ് പ്രകാശം അത് ഭൂമിയിലേക്ക് വരികയാണ്. ആ ദിവ്യമായ സ്വർണപ്രകാശം നിങ്ങളുടെ വീടിന് മുകൾ ഭാഗത്തായി എത്തുകയാണ്. സാവധാനം താഴെ ഇറങ്ങി വന്ന് നിങ്ങളുടെ തലയോട്ടിയുടെ മുകൾ ഭാഗത്തായി അത് സ്ഥിതി ചെയ്യുന്നു. നിങ്ങളുടെ തലയോട്ടിയുടെ മുകൾ ഭാഗം ശ്രദ്ധിക്കുക. അവിടെ ഏതരം സംവേദനയാണുള്ളത്? സാവധാനം ആ ദിവ്യമായ പ്രകാശം തലയോട്ടിയിലൂടെ തലയിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ തലയുടെ എല്ലാ കോശങ്ങളിലേക്കും ആ ദിവ്യമായ സ്വർണപ്രകാശം നിറയുകയാണ്. കഴുത്തിലൂടെ അത് താഴേക്ക് ഇറങ്ങി വരികയാണ്. ഇരു കൈകളിലേക്കും ആ സ്വർണപ്രകാശം എത്തുന്നു. നിങ്ങളുടെ ഹൃദയഭാഗത്ത് വയറിലേക്ക് എല്ലാം തന്നെ ആ ദിവ്യമായ പ്രകാശം എത്തുകയാണ്. ഉപയോഗിക്കുന്നുണ്ട്. ആ ദിവ്യമായ പ്രകാശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരീരം മുഴുവനായും ആ ദിവ്യമായ ഗോൾഡൻ ലൈറ്റിനാൽ പ്രകാശിക്കുകയാണ്. നിങ്ങളുടെ ശരീരത്തെ അകക്കണ്ണുകൊണ്ട് കാണാൻ ശ്രമിക്കുക. ദൈവികമായ സ്വർണപ്രകാശത്താൽ നിങ്ങളുടെ ശരീരം തിളക്കമുള്ളതായിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിലെ
എല്ലാ വേദനകളും എല്ലാ കഷ്ടപ്പാടുകളും ഇല്ലാതായിരിക്കുന്നു. മനസ്സിനും ശരീരത്തിനും ശാന്തത അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? അതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? അത് ബിസിനസ്സാണോ, അതോ നല്ലൊരു ജോലിയാണോ, വീടാണോ, അതെന്തുമാവട്ടെ, അതിനെ മനസ്സിൽ കാണാൻ ശ്രമിക്കുക. ആ ഒരു കാര്യം എന്താണ്? ബിസിനസ്സിലെ വളർച്ചയാണെങ്കിൽ എങ്ങനെയുള്ള വളർച്ചയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതിനെല്ലാം തന്നെ നിങ്ങൾ കാണുക, അതിനെ അനുഭവിക്കുക. ചിലപ്പോൾ നല്ലൊരു കുടുംബജീവിതമായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയുള്ള കുടുംബജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് എങ്ങനെയുള്ള സ്നേഹമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതിനെ മനസ്സിൽ കാണുക. നിങ്ങളുടെ മുഖത്തും ശരീരത്തിലും അതിൻ്റെ സന്തോഷം കൊണ്ടുവരിക. ആ ആഗ്രഹം ഈ നിമിഷത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ചുണ്ടുകളിലേക്കും കവിളുകളിലേക്കും ആ ഒരു സന്തോഷം കൊണ്ടുവരിക. ആ ഒരു ആഗ്രഹം നടക്കുമ്പോൾ നിങ്ങളെ ചുറ്റും ആരൊക്കെയാണ് ഉണ്ടാവുക? ആ ഒരു കാര്യം നിങ്ങൾ കാണുക. നിങ്ങളുടെ ആ വലിയ സ്വപ്നം നേടിയെടുത്താൽ നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾ നിങ്ങളെ എങ്ങനെയാണ് പ്രശംസിക്കുക? നിങ്ങളെ കൂട്ടുകാരെല്ലാവരും തന്നെ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവനായും ആനന്ദം മാത്രമാണുള്ളത്. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും അതിൻ്റെ സന്തോഷം കൊണ്ടുവരിക. ശരീരത്തിൽ ഭാരമില്ലായ്മ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? എല്ലാത്തിനും പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. ഈ നിമിഷത്തിൽ ഓരോരുത്തരും പണം ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറുകയാണ്. മനസ്സിൽ പറയുക, ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. പണം എൻ്റെ ഒരു സുഹൃത്താണ്. പണം എന്നിലേക്ക് ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്നു. പണത്തെ ഞാൻ സ്നേഹിക്കുന്നു. അതിലുപരിയായി പണം എന്നെ സ്നേഹിക്കുന്നു. എല്ലാത്തിനും ദൈവികമായ ആ ഒരു ചൈതന്യത്തോട് ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ തുക എത്രയാണ്? എത്ര കോടിയാണ്? അതോ ലക്ഷങ്ങളാണോ? അതിനെ കാണുക. ആ ഒരു തുക നോട്ടുകെട്ടുകളായി നിങ്ങളുടെ കൺമുന്നിലുണ്ട്. അതിനെ ആസ്വദിക്കുക, അതിനെ അനുഭവിക്കുക. മനോഹരമായ ഒരു സ്വപ്ന ഭവനമാണ് നിങ്ങൾക്കുള്ളത്. ആ ഒരു വീട്ടിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയാണ്. ഏത് കളർ പെയിന്റാണ് അതിലടിച്ചിരിക്കുന്നത്? എന്തൊക്കെ ഇന്റീരിയർ ഡിസൈനുകളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? അതിനെല്ലാം പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുക. ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അതിനെല്ലാം തന്നെ
നിങ്ങളുടെ ഉള്ളിലുള്ള ആ ദൈവികമായ ചൈതന്യത്തോട് നന്ദി പറയുക. ശ്വാസം വീണ്ടും ഉള്ളിലേക്ക് എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന സാമ്പത്തിക സ്ഥിതിയാണ് ഈ നിമിഷത്തിൽ നിങ്ങൾക്കുള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു വസ്തുവും, അത് മൊബൈലാവട്ടെ, കാറുകളാവട്ടെ, മറ്റു വസ്തുക്കളാവട്ടെ, എന്തും വാങ്ങാനുള്ള പണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ട്. നിങ്ങളുടെ ജീവിത നിലവാരം ഉയർന്ന തലത്തിലേക്ക് പോവുകയാണ്. എല്ലാത്തിനും പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുക. നന്ദി, നന്ദി, നന്ദി. നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ ഒരു സ്വപ്നമല്ല, അതൊരു സത്യമാണ്. ഈ നിമിഷത്തിൽ അതിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളുടെ മുഖത്തും ശരീരത്തിലും അതിൻ്റെ സന്തോഷം കൊണ്ടുവരിക. മുഖത്ത് ആ ഒരു പുഞ്ചിരി കൊണ്ടുവരിക. ആ ഒരു സന്തോഷത്തിലാണ് നിങ്ങളുള്ളത്. നിങ്ങളുടെ കണ്ണുകളിലേക്ക്, നിങ്ങളുടെ കവിളുകളിലേക്ക്, നിങ്ങളുടെ ഹൃദയഭാഗത്ത് എല്ലാം തന്നെ ആ ഒരു സന്തോഷം കൊണ്ടുവരിക. ഇരു കൈകളും പരസ്പരം ഉരസുക, കണ്ണുകളിലേക്ക് ഊർജം പകരുക. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു മെഡിറ്റേഷൻ? എങ്ങനെയാണ്? സൂപ്പറായിരുന്നു, ഓക്കെ, സൂപ്പറായിരുന്നു. ഞാനൊരു ഡൗട്ട് ചോദിച്ചു. അടിപൊളി. എനിക്കൊരു ഫ്രണ്ടാണ് ഇത് ലിങ്ക് ഇട്ട് തന്നത്. അപ്പൊ സാറിന്റെ, ഞാനിപ്പോ 2ാമത്തെ പ്രാവശ്യം സാറിന്റെ ക്ലാസ്സിൽ വരുന്നത്. സാറിന്റെ ഗ്രൂപ്പിൽ വരാൻ എന്താ ചെയ്യാം? എന്താണ്? ഓക്കെ, ഗ്രൂപ്പിൽ അത് എലമെന്റ് മാഷ് ചെയ്യാൻ ഞാൻ സ്റ്റാഫിന് എന്നോ നാളായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അയക്കും. ഇതേപോലുള്ള ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതേപോലെയുള്ള മെഡിറ്റേഷൻസ് ആണ്. ഈവൻ ടെക്നിക്കുകളോ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളെ സപ്പോർട്ടാണ്. ഞാൻ എപ്പോഴും മെഡിറ്റേഷൻ ആണ്. ഈവൻ നമ്മളെ ഫ്രീ ക്ലാസ് ആവട്ടെ, അതിൽ 3 മെഡിറ്റേഷൻ നൽകിയിട്ടുണ്ട്. പിന്നെ ബൈനറി മ്യൂസിക് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലെല്ലാം തന്നെ മെഡിറ്റേഷൻ ഉൾപ്പെടുത്താൻ കാരണം എൻ്റെ ലൈഫിലും ഈവൻ ഞാൻ ഇത്രയും സക്സസ് സ്റ്റോറീസ്, എനിക്ക് തോന്നുന്നത് വെച്ചാൽ യൂട്യൂബിൽ അത്രയും സക്സസ് സ്റ്റോറീസ് കൊടുത്ത ചാനൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അത് ഡ്രീം, ഇങ്ങനെ ഗവൺമെന്റ് ജോബ് ആവട്ടെ, ലോട്ടറി ആവട്ടെ. വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? എന്താണ്? സാറിന് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അത് സുഹൃത്തിനോട് ചോദിച്ചാൽ മതി. സുഹൃത്തിന് വേറെ ആരോ കൊടുത്താന്ന് പറഞ്ഞു. ഓക്കെ, വാട്സാപ്പ് ഗ്രൂപ്പ് ഇപ്പം ഫ്രീ ക്ലാസ് ആണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഗ്രൂപ്പിലിടും. ഓക്കെ, അന്നേരം അങ്ങനെ ലിങ്ക് ഉണ്ട്. അന്നേരം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടായിരുന്നു മെഡിറ്റേഷൻ? ഒന്ന് ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു. വളരെ മികച്ചതായിരുന്നു. ഭയങ്കര സന്തോഷം, വളരെ മികച്ചതായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. നന്നായിരുന്നു സാറേ, സൂപ്പർ ആയിരുന്നു. ഓക്കെ, അങ്ങനെ ഇത് ഗോൾഡൻ ലൈറ്റ് മെഡിറ്റേഷൻ, ഇന്നർ ചൈൽഡ് ഹീലിംഗിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുട്ടിക്കാലത്തേക്ക് നമ്മൾ പോയിട്ട് അതിനെ ഹഗ് ചെയ്ത് അതിനെ ഹീൽ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മളെ തന്നെ ഇത് ചിലപ്പോൾ നിങ്ങൾ മാർവൽ സീരീസിൽ തന്നെ കാണാറില്ലേ, അവരെ കുട്ടിക്കാലത്തേക്ക് പോയിട്ട് അതിനെ ചേഞ്ച് ചെയ്യണം. അന്നേരം നമ്മളെ കുട്ടിക്കാലത്തേക്ക് പോയിട്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്ത് അതിനെ ഫോർഗീവ് ചെയ്ത് വരുന്നതനുസരിച്ച് നമ്മളിൽ, അതായത് നമ്മളെ പാസ്റ്റിലെ അല്ലെങ്കിൽ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യുന്നതനുസരിച്ച് നമ്മളെ ഈ പ്രസൻറ്റ് ടൈമിൽ ചേഞ്ചസ് വരും. ഇപ്പം എൻ്റെ ലൈഫിൽ എന്ന് വെച്ചാൽ എൻ്റെ രൂപത്തിൽ ശരിക്കും എൻ്റെ രൂപത്തിലുള്ള ചേഞ്ച് ഉണ്ടായതെന്ന് വെച്ചാൽ സെൽഫ് ലവും പിന്നെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആണ്. കാരണം എനിക്ക് എന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് എൻ്റെ കണ്ണാടി നോക്കി എനിക്ക് പറ്റുന്നില്ല. കാരണം എന്താണ്, ഞാനൊരു എനിക്ക് സൗന്ദര്യമില്ല, കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള ചിന്തയാണ് എനിക്ക് കുട്ടിക്കാലം മുതലുണ്ടായത്. എന്നെ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കില്ല, എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള ചിന്താഗതിയായിരുന്നു എനിക്കുണ്ടായത്. കാരണം നമ്മളെ കുട്ടിക്കാലത്തുള്ള കുറേ ഇൻസൾട്ടാണ്, ഇതില്ല എന്ന് നമ്മൾ ഇൻസൾട്ട് ചെയ്യണം. അതിനനുസരിച്ച് നമ്മളുടെ ഒരു ഹാപ്പിനെസ്സോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് സന്തോഷമില്ലെങ്കിൽ നമുക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കില്ല. ഞാൻ എപ്പോഴാണ് എന്നെ ആക്സെപ്റ്റ് ചെയ്ത് എന്നെ ഹീൽ ചെയ്ത് തുടങ്ങിയത്, അന്നേരം മുതൽ എൻ്റെ ലൈഫിൽ ചേഞ്ചസ് വന്നു. അതിലൂടെ എനിക്ക് പണം എന്ന് പറഞ്ഞ കാര്യം, അതായത് നമുക്ക് പണം എന്ന് പറയുന്ന ഫാക്ടറായ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറും. കാരണം എന്താണ്, പണം വരേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇപ്പം പേഴ്സണൽ കൺസൾട്ടേഷൻ, ഉദാഹരണം പേഴ്സണൽ കൺസൾട്ടേഷൻ ആൾക്കാർ വരികയാണ്, അവരെ ചേഞ്ചസും കാര്യങ്ങളും കൊണ്ടാണ് അവർ വരുന്നത്. അങ്ങനെ നമ്മൾ ചേഞ്ചസ്, അതായത് നമ്മളെ ഹീൽ ചെയ്യുന്നതനുസരിച്ച് നമ്മളെ റിലേഷൻഷിപ്പ്, ഇപ്പോൾ നിങ്ങൾ ഓരോ വ്യക്തികളും നിങ്ങളെ ഹീൽ ചെയ്ത് വരികയാണ്. ഇപ്പം ഇതേപോലെ മെഡിറ്റേഷൻസ് കാര്യങ്ങൾ ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹീലാവും.
ഇപ്പോൾ റിലേഷൻ മാസ്റ്ററിയിൽ ഏകദേശം ഒരു 600 സക്സസ് സ്റ്റോറീസ്, 600+ സക്സസ് സ്റ്റോറീസ് ഉണ്ട്. എക്സിനെ തിരിച്ചുകൊണ്ടുവരുന്നത്, ഭർത്താവും ഭാര്യയും തമ്മിലുള്ള അടി, ഡിവോഴ്സിൻ്റെ വക്കിലുള്ള റിലേഷൻഷിപ്പ് റെഡി ആയത്, അങ്ങനെ അത്രയും സക്സസ് സ്റ്റോറീസ് ഉണ്ട്. അതൊന്നും ഞാൻ യൂട്യൂബിൽ തീരെ ഇട്ടിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും സക്സസ് സ്റ്റോറീസ് മാത്രമായി പോകുന്നതുകൊണ്ടാണ്. അതിൽ 12+ ഏകദേശം 13 മെഡിറ്റേഷൻസ്, 21 ദിവസത്തെ ക്ലാസ്സിൽ 13 ടൈപ്പ് മെഡിറ്റേഷൻസ് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണ്, ടെക്നിക്സും ഉണ്ട്, പിന്നെ കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിറ്റേഷനാണ്. അങ്ങനെ ഇപ്പം ഇതിൽ നമ്മൾ കൊടുക്കുന്ന മെഡിറ്റേഷനിൽ ഒന്നാണ് ഫോർഗിവ്നെസ് മെഡിറ്റേഷൻ ഉണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ഉണ്ട്, പിന്നെ വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ, കുറേ ടൈപ്പ് മെഡിറ്റേഷൻ ഉണ്ട്, സോൾ ജേർണി മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ കുറേ മെഡിറ്റേഷൻ ഉണ്ട്. അതെല്ലാം ചെയ്ത്, അതായത് അതുകൊണ്ടാണ് എലൈൻമെന്റ് മാസ്റ്ററിയിൽ അത്രയധികം ചേഞ്ച് വരുന്നത്. അന്നേരം അങ്ങനെ നിങ്ങൾ ഇപ്പം പെയ്ഡ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ സാരമില്ല, നിങ്ങൾ ഫ്രീ ക്ലാസ് തന്നെ മെഡിറ്റേഷൻസ് ഉണ്ട്, അത് നിങ്ങൾ ചേഞ്ച് വരുത്തും. അത് പെയ്ഡ് ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പോകുന്നേ ഉള്ളൂ. ഇതിൽ ഫ്രീ ക്ലാസ്സിൽ ഓക്കെ മാറ്റമുണ്ട്, എന്നാൽ പെയ്ഡ് ക്ലാസ് ആകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഇതിനെക്കുറിച്ച്, അതായത് ഇത് ഫ്രീ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് കാഷ്വലായിട്ട് ഇങ്ങനെ സംസാരിക്കുമെങ്കിൽ പെയ്ഡ് ക്ലാസ്സിൽ നമ്മൾ പ്രസൻറ്റേഷൻ വെച്ചിട്ടാണ് ഉണ്ടാവുക. അങ്ങനെയാണ് ചെയ്യുന്നത്. അന്നേരം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും എക്സ്പീരിയൻസ്, അതായത് എന്തെങ്കിലും എക്സ്പീരിയൻസോ കാര്യങ്ങളിലെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സാറേ ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഇന്നർ ചൈൽഡ് ഹീലിംഗിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതിന് മാത്രമായിട്ടാണോ ക്ലാസ് ഉണ്ടാവുക? അതിന് മാത്രമല്ല, അതായത് ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്തു എന്ന് കരുതുക. ഉദാഹരണം, നിങ്ങൾ ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്തു മാറ്റം ഉണ്ടെങ്കിൽ കാര്യമില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിലേക്ക്, നിങ്ങൾ ചെയ്യുന്ന ജോലിയിലേക്ക് നിങ്ങൾക്ക് മാറ്റം വരുത്താൻ എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ അലൈൻമെന്റ് മാസ്റ്റർ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ ബേസിക്കലി ഐ ആം എ ടീച്ചർ. ഓക്കെ, സോ ഓക്കെ, ടീച്ചറാണ് ഞാൻ. ഓക്കെ, നല്ല കാര്യം. അതായത് ഇതിൽ ഇന്നർ ചൈൽഡ് ഹീലിംഗിലുള്ള ഒരു പ്രസന്റേഷൻ ആണ്, സൈൻ ഓഫ് ഇൻഡോ മൂൺസ് നമ്മൾ കൊടുക്കുന്ന ക്ലാസ്സിലെ കാര്യമാണ്. അത് പ്രസന്റേഷൻ വെച്ചിട്ടാണ് നമ്മൾ അതിൽ പറയുക ഓരോരോ കാര്യങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽസും. നിങ്ങൾ ടീച്ചറാകുന്ന സമയത്ത് കുട്ടികളുടെ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഹീൽ ചെയ്യുക, കാര്യങ്ങളിലെല്ലാം ഉണ്ടാവും. അങ്ങനെ ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങളാണ് നമ്മൾ ഉണ്ടാവുക ഈ ഒരു മീൻസ് അലൈൻമെന്റ് മാസ്റ്ററിൽ. കാരണം പ്രസന്റേഷൻ വെച്ചിട്ടാണ് കൊടുക്കുക. അങ്ങനെയാണ് അലൈൻമെന്റ് മാസ്റ്ററി ക്ലാസ്സിൽ നമ്മൾ ജോയിൻ ചെയ്താലാണ് നമുക്കിത് അല്ലേ? അത് മീൻസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ ഇത് ജസ്റ്റ് കാരണം ഞാനിപ്പോൾ അലൈൻമെന്റ് മാസ്റ്ററി എന്ന് കഴിഞ്ഞ ലൈവിൽ തന്നെ പറയാനുണ്ട്. പക്ഷേ ഞാൻ അതിൽ പ്രസന്റേഷൻ തയ്യാറാക്കിയിരുന്നില്ല. കാരണം കുറേ പേര് ചോദിക്കുന്ന സമയത്ത് അതിന് മറുപടി കൊടുക്കാൻ സാധിച്ചില്ല. അങ്ങനെയാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒന്നും വേണ്ട, ഓക്കെ എനിക്ക് ഇങ്ങനെ പോയാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മുടെ സൗജന്യ ക്ലാസ് ഉണ്ട്, അതിൽ തന്നെ മെഡിറ്റേഷൻസ് കാര്യങ്ങളുണ്ട്, നല്ല ചേഞ്ച് ഉണ്ടാവും. ക്ലിയർ ആവുന്നില്ല. ഇപ്പം ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പം പറയുന്നത് ക്ലിയർ ആണ്? ഓക്കെ. അത് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് വെച്ചാൽ അലൈൻമെന്റ് മാസ്റ്ററിൽ നമ്മൾ ഇതുവരെ കുറേ ക്ലാസ്സുകൾ, ഇപ്പം നിങ്ങൾ ആദ്യമായിട്ടാണോ ലൈവിൽ പങ്കെടുക്കുന്നത്? ഓക്കെ, ലൈവിൽ ആദ്യമായിട്ടാണോ? ഞാൻ എൻ്റെ റേഞ്ചിന്റെ പ്രോബ്ലം ആണോ? ലൈവിൽ ആദ്യമായിട്ടാണോ